Hello, good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാനല്ലേ? കുറേ പേരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. വളരെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. 12 കുട്ടികളൊക്കെയാണോ? വരാമല്ലോ. കുറച്ചധികം പേരൊക്കെ കുറവുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടെ വരെയും കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ എടുത്തത് വല്ല ഓർമ്മയുണ്ടോ? എവിടെ വരെ എടുത്തു പറയാമോ? ആർക്കെങ്കിലും ജിജിമോൾ പറയാമോ? നമ്മൾ എവിടെയാ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത്? പറഞ്ഞിട്ട് ജിജി പോയോ? ഹലോ ഹലോ. ഇവിടെ ആരോ ടൈപ്പ് ചെയ്തു. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ. അവിടെ നിന്നാണ് നമുക്ക് എടുക്കണ്ടേ അല്ലെ? വെരി ഗുഡ്. അതെ, ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതായത് നമ്മൾ എന്താണ് ഇന്റർവ്യൂ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണേ. ചോദിക്കുമ്പോ കുറച്ച് ലാഗ് ആയിട്ടാണ് ആൻസർ വരുന്നത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്തുന്നത് ലാഗ് ആയിട്ടാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ആൻസർ കുറച്ച് വൈകിയാണ് വരുന്നത്. അപ്പൊ നോക്കാം, നമ്മള് ഇന്റർവ്യൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അവിടെയാണ് നമ്മൾ നിർത്തിയത്. ഇന്റർവ്യൂ എന്താണ്? ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫോർമൽ മീറ്റിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? അതിനകത്ത് രണ്ടതിലധികം ആളുകളൊക്കെ എന്ത് ചെയ്യും? ഒരു ആളോട് ലാബിന്റെ നെറ്റിന്റെ കംപ്ലൈന്റ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലെ നിങ്ങൾ പറയുന്നതും എനിക്ക് കുറച്ചധികം നേരം കഴിഞ്ഞിട്ട് ആൻസർ വരുന്നത്. ഞാൻ ചോദിച്ചിട്ടും അതുപോലെ തന്നെ അപ്പൊ അങ്ങോട്ട് എത്തുന്നതും ലാഗായിട്ടായിരിക്കും. ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആയോ നോക്കിയേ. ഹലോ, ഓക്കെ ആയോ ഇപ്പൊ? ഇല്ലല്ല. ഓക്കെ, യെസ്. അപ്പൊ നമ്മള് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫോർമൽ, ഒരു ഒഫീഷ്യൽ ആയിട്ടൊരു മീറ്റിംഗ് ആണ്. അതില് ചിലപ്പോ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ആളുകളൊക്കെ ഇരുന്നിട്ട് ഒരു ഇൻഡിവിജ്വലിനെ എന്ത് ചെയ്യുന്നു? കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ച്, അതായത് അവർക്ക് വേണ്ട കളക്ട് ചെയ്യേണ്ട കുറെ ഇൻഫോർമേഷൻസിന് വേണ്ടി കുറെ എന്താ പറയാ ഫോർമൽ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കുന്നു. കുറച്ച് ഒഫീഷ്യൽ ആയിട്ട് കുറെ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നു. ടു കളക്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദ കാൻഡിഡേറ്റ്. ഇതിനു വേണ്ടിയിട്ട് ആ ഉദ്യോഗാർത്ഥിയിൽ നിന്ന് പലതരത്തിലുള്ള ഇൻഫോർമേഷൻസ് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അവരുടെ എന്താ പറയാ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റ, ദാറ്റ് മീൻസ് പേരും അഡ്രസ്സും അതുപോലെ തന്നെ ഏജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ കൂടാതെ അവരുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറെ ചിലപ്പോഴൊക്കെ ഫാമിലി ഹിസ്റ്ററി, അതുപോലെയുള്ള ഫാമിലിയുടെ ഒരു ഇന്റർഫിയറൻസ് നമ്മളോടുള്ള അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക്, ഫാമിലി മാറ്റേഴ്സിലേക്കും ഒക്കെ ആ ഒരു ഇന്റർവ്യൂസ് ഒക്കെ കടന്നു അങ്ങനെ ലെങ്തി ആയിട്ടൊക്കെ പോകാറുണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണെങ്കിലും അതൊരു 2 or more പേഴ്സൺസ് അല്ലെങ്കിൽ 1 പേഴ്സൺ മറ്റൊരു 1 പേഴ്സണെ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഗ്രൂപ്പിനെയൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്തു, കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ട്. എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്? ടു കളക്ട് ഇൻഫോർമേഷൻസ് റിഗാർഡിംഗ് ദ കാൻഡിഡേറ്റ്. ആ ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കന്റിനെ സംബന്ധിക്കുന്ന ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത്. അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു സെലക്ഷൻ ടൂൾ ആണ്. ഇതിനു വേണ്ടിയിട്ട് പുതിയൊരാളുകളെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള വേക്കൻസി വരുമ്പോ ആ വേക്കൻസിയിലേക്ക് ആളുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നികത്തണം അല്ലെ? വേക്കൻസി ഫില്ല് ചെയ്യണം. ആ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നടത്തുന്ന പലതരത്തിലുള്ള സെലക്ഷൻ ടൂൾസ് ആണ്. അതിലൊന്നാണ് നമ്മുടെ ഇന്റർവ്യൂ. റിട്ടൺ എക്സാം ഉണ്ടാകും.
അല്ലെ, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു ഇന്റർവ്യൂ നടത്താറുണ്ട്. അപ്പൊ ഇന്റർവ്യൂയിലൂടെയും ആയിരിക്കും ഫൈനൽ ആയിട്ട് ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ഇന്റർവ്യൂടി കണ്ടക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവര് ആളെ നമ്മളുടെ ആ ഒരു പ്രോപ്പർ വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുക്കാം. അപ്പൊ സെലക്ഷൻ ടൂൾ ആണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ഉദ്യോഗാർത്ഥിയെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധി, അതിനെയാണ് നമ്മൾ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി അപ്പോൾ എന്താ പറയാ, ഇതിനകത്ത് എംപ്ലോയർ എന്താ പറയാ, ആ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ച് തന്റെ മുമ്പിൽ ഇരിക്കുന്ന കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കന്റിനെ കുറിച്ചിട്ട് അവരുടെ ടോട്ടൽ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ആളെ മനസ്സിലാക്കുക, അദ്ദേഹത്തിന്റെ ബിഹേവിയർ മനസ്സിലാക്കുക. അപ്പൊ ചിലപ്പോ നമ്മൾ അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാനിരിക്കുമ്പോ തന്നെ നമ്മുടെ ബോഡി ലാംഗ്വേജ്, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല്, അങ്ങനെ whatever ഫാക്ടേഴ്സ് അവർ ഉദ്ദേശിക്കുന്ന പല പാരാമീറ്റേഴ്സ്, പല ഘടകങ്ങൾ അവരെ മെഷർ ചെയ്യും നമ്മളെ സംബന്ധിക്കുന്നത്. ഇതെല്ലാം ഇന്റർവ്യൂവിന്റെ ടൈമിൽ അവര് നമ്മളിൽ ഫോക്കസ് ചെയ്ത് സൂപ്പർവൈസ് ചെയ്ത് സ്ക്രൂട്ടിനൈസ് ചെയ്ത് നമ്മളിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ പല കാര്യങ്ങളും അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഫൈനൽ ഡിസിഷൻ വിൽ ബി ബേസ്ഡ് ഓൺ ദ ഇന്റർവ്യൂ. അപ്പൊ ഇന്റർവ്യൂ സംബന്ധിച്ചായിരിക്കും നമ്മൾക്ക് ഫൈനൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടാക്കാം. അപ്പൊ ഇനി നമ്മൾ പറഞ്ഞു ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ. ടൈപ്സ് ഓഫ് ഇന്റർവ്യൂലാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. ഫസ്റ്റ് വൺ ഈസ് പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഓർ സ്റ്റാൻഡേർഡ് ഇന്റർവ്യൂ. അതിൽ ഒന്നാമത്തെ ഇന്റർവ്യൂയുടെ പേര് അതായത് പാറ്റേൺ അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ്, മൂന്ന് പേരും ഈ ഒന്നാമത്തേനുണ്ട്. പാറ്റേൺ ഇന്റർവ്യൂവിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ. അപ്പൊ അതർ നെയിംസ് ഓഫ് ഈ പറയുന്ന പാറ്റേൺ ഇന്റർവ്യൂവിന്റെ മറ്റു പേരുകൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓർത്ത് വെക്കുക. സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, അതുപോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ. ഇവിടെ എന്താ പ്രത്യേകത, ഇവിടെ നമ്മളൊരു പ്രീ പ്ലാൻഡ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും നമ്മൾ കാൻഡിഡേറ്റിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെ മെഷർമെന്റുകളാണ് ആ ഒരു ആപ്ലിക്കന്റിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്, അതിനെ കുറിച്ച് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? ഫോർ എ ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി ആൻഡ് പ്രിസിഷൻ. കൃത്യമായ രീതിയിൽ ചോദ്യങ്ങളൊക്കെ കൃത്യമായി ക്രമപ്പെടുത്തി അതിന്റെ അക്യുറസി കീപ്പ് ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ ഒരു കൃത്യത, ആ ഒരു ഇന്റർവ്യൂവിന്റെ കൃത്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഇന്റർവ്യൂസ് ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കി കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അടക്കി പറക്കിയൊക്കെ വെച്ച് ഇന്ന ചോദ്യങ്ങളാണ്, ഓരോരോ ചോദ്യങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ഇത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കും. അങ്ങനെയുള്ള ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെയാണ് അതിന് ആ പേര് പറഞ്ഞത് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പാറ്റേൺ, പ്രത്യേക പാറ്റേണിലായിരിക്കും അത്തരം എന്ത് ചെയ്യുക ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക. അത് ഇതിന് വേണ്ടിയിട്ട് രണ്ട് കാരണങ്ങളാണ്. ഫോർ പ്രിസിഷൻ ആൻഡ് ഓൾസോ ഫോർ അക്യുറസി, ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി. എത്രത്തോളം കൃത്യമായ അക്യുറസി നമുക്ക് കിട്ടും അതിൽ നിന്ന്, എന്ന് വെച്ചാൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ഇന്റർവ്യൂ ചെയ്യുന്നവരെ എല്ലാവരെയും നമുക്ക് വേക്കൻസി ഫിൽ ചെയ്യാനായിട്ട് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? കാരണം എത്ര വേക്കൻസി ഉണ്ടോ അതിലേക്ക് നമ്മൾ ഫിൽ ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും വെൽ പെർഫോമിംഗ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പാരാമീറ്റേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ഒരു വേക്കൻസി നമ്മൾ ഫിൽ ചെയ്യാനുള്ള ഇന്റർവ്യൂയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്ലാൻഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ്, സ്റ്റാൻഡേർഡ് ഫോമിൽ കുറെ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നു. അങ്ങനെ വന്നിട്ട് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ പാറ്റേൺ, സ്ട്രക്ചേർഡ് ഓർ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ എന്ന് പറയും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ് അല്ലേ. And the second one is non-directive or free interview. Non-directive എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതൊന്നും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രക്ചർ ഓർ പാറ്റേൺ. ഇതിനകത്ത് നേരത്തെ കൂട്ടി നമ്മളൊരു സ്ട്രക്ചർ ആയിട്ട് ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിൽ കുറെ പ്ലാൻ ചെയ്ത് നേരത്തെ കൂട്ടി കുറെ ചോദ്യങ്ങളൊന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. ഇവിടെ അങ്ങനെ വെക്കുന്നില്ല, നേരത്തെ കൂട്ടി പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ആപ്ലിക്കന്റ് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ഒബ്വിയസ്ലി നമുക്ക് ആദ്യമായിട്ട് ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആ ആപ്ലിക്കന്റിന്റെ ഉത്തരങ്ങൾ, റിപ്ലൈസ്, അതിന് ബേസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ചോദ്യങ്ങൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇറ്റ് മേ ടേക്ക് മോർ ടൈം, ചിലപ്പോഴൊക്കെ അതിന് കുറച്ച് കൂടുതൽ സമയം എടുക്കും. ചില ആപ്ലിക്കൻസിൽ നിന്നും ചിലപ്പോൾ അധികം അവരെ നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനില്ലെങ്കിൽ പെട്ടെന്ന് തരും. അതുകൊണ്ട് ഇത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടാക്കി വെക്കും. അപ്പൊ ചിലപ്പോൾ പേര് ചോദിക്കും, എന്താ പറയാ, നിങ്ങൾ എവിടുന്ന വരുന്നതെന്ന് ചോദിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് കോമൺ ആയിട്ട് എല്ലാ ഇന്റർവ്യൂവിലും നടത്തുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിനുശേഷം കാരണം ഇതൊക്കെ ഓൾറെഡി നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻസിലുണ്ട്. പക്ഷേ എങ്കിലും ആ ആളുടെ വായിൽ നിന്ന് നമുക്കറിയാം ആപ്ലിക്കന്റ്, കാൻഡിഡേറ്റ് മുമ്പിലിരിക്കുന്ന ആള് എങ്ങനെ അതിനൊക്കെ ഉത്തരങ്ങൾ നമുക്ക് തരുന്നു,
വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഐ കോൺടാക്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചോദിക്കുന്ന ചോദ്യത്തിനെ കണ്ണിൽ നോക്കി ഉത്തരം പറയുക, കെയർലെസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാതെയൊക്കെ അല്ലെ, അങ്ങനെയൊക്കെ. അപ്പൊ ഏത് രീതിയിൽ ഉത്തരം പറയുന്നു ഇതൊക്കെ അവർ ശ്രദ്ധിക്കും. ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് അവസാനമാണ് നമുക്ക് അതിന്റെ റിസൾട്ട്, ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ നമുക്കൊരു റിസൾട്ട്, ഇന്റർവ്യൂവിൽ നിങ്ങൾ സെലക്ടഡ് ആയി പാസ്സായി എന്നുള്ള കാര്യങ്ങൾ തരാം. അതെല്ലാം നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങൾ നമ്മൾ വളരെ കെയർലെസ് ആയിട്ട് ശ്രദ്ധിക്കാതെ തോന്നിയിട്ടുള്ള മണ്ടത്തരം വിളിച്ചു പറഞ്ഞ് ഒക്കെ കഴിയുമ്പോൾ അതൊക്കെ അവരെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യും, അസസ് ചെയ്യും എങ്ങനെയാണ് ആളുകൾ കാൻഡിഡേറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്. അപ്പൊ ആ റെസ്പോൺസിനനുസരിച്ച് ചോദ്യങ്ങളുടെ നീളം ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. അതാണ് പറയുന്നത്. ഇറ്റ് വിൽ ടേക്ക് സം കൺസിഡറബിൾ ലെങ്ത് ഓഫ് ടൈം, കുറച്ച് സമയം കൂടുതലൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട് ഈ ഫ്രീ ഇന്റർവ്യൂല്. മറ്റേതെല്ലാം അങ്ങനെയല്ല, എല്ലാ കാൻഡിഡേറ്റ്സിനും ഒരു നിശ്ചിത സമയമുള്ളൂ. കാരണം നേരത്തെ കുട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചോദ്യം മാത്രമേ നമുക്ക് ചോദിക്കുന്നുള്ളൂ. ഈ രണ്ടാമത്തെ മെത്തേഡിൽ ഫ്രീ ആണ്. ഫ്രീ മീൻസ് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പിന്നീട് ചോദിക്കുന്ന ചോദ്യങ്ങൾ അക്കോർഡിംഗ് ടു ദ റിപ്ലൈ റെസ്പോൺസ് ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ് കൊടുക്കുന്ന ഉത്തരത്തിന്റെ ബേസിസിൽ ആ ഇന്റർവ്യൂവിന്റെ ലെങ്ത് ഇങ്ങനെ കൂടി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ കൂടുതലായിരിക്കാം ചില കാൻഡിഡേറ്റ്സിന് ഇന്റർവ്യൂ ചെയ്യുന്നത്, ചിലർക്ക് കുറച്ച് സമയം എടുക്കുള്ളൂ. അതാണ് ഫ്രീ ഇന്റർവ്യൂവിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. ക്ലിയർ ആയവരെ ഇതാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അടുത്ത മൂന്നാമത്തെ ആണ് എനിക്ക് പറയേണ്ടത്. ഈ രണ്ടെണ്ണം മനസ്സിലായെങ്കിൽ വേഗം പറയാം. ക്ലിയർ ആയോ? മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ അടുത്തതിലേക്ക് പോകും. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. ഹലോ ആരുമില്ലേ? മറുപടി പറയാൻ പറ്റിയവര്? മറുപടി ഇല്ലെങ്കിൽ ഞാൻ നേരെ അടുത്തതിലേക്ക് പോകും. ഓക്കെ യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെയാണോ ഞാൻ ഇന്നും പറഞ്ഞോളൂ. അപ്പോഴേക്കും അവിടെ ആരും സ്പീഡ് കുറയ്ക്കുമെന്ന് വെച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? കുറെ ആൾക്കാരുടെ എണ്ണം കുറവായിരുന്നു. ഞാൻ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ 12 കുട്ടികളെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. 12 പേര്, ആകെ 12 പേരാണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ഈ ആളുടെ. ഞാനും എന്റെ പ്രസന്റേഷനും ഉൾപ്പെടെയാണ് 12 ആളുകളുടെ നമ്പർ ഇവിടെ കാണിക്കുന്നത്. ഇപ്പൊ അത് 33 കണ്ടല്ലോ. അപ്പൊ അതിനുശേഷം 21 പേര് കൂടുതൽ വന്നു എന്നാണ്. അപ്പൊ അവരൊക്കെ ജോയിൻ ചെയ്യട്ടെ ഒന്നുകൂടി വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് നേരത്തേക്ക് ഒന്ന് പതുക്കെ ഒന്ന് പോയതാണ്. ഇപ്പൊ ഇത്രയും കുട്ടികളെ. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ചുകൂടി നേരത്തെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കിയാൽ നിങ്ങളുടെ 5-10 മിനിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറയ്ക്കാം കേട്ടോ. അത്രയും കൂടുതൽ എനിക്ക് ക്ലാസ്സിലേക്ക് നീട്ടി പോകാൻ പറ്റും. അടുത്തത് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. അടുത്തത് എന്താ? ഡെപ്ത് അല്ലെങ്കിൽ ആക്ഷൻ ഇന്റർവ്യൂ ആണ്. ഇതൊരു സെമി സ്ട്രക്ചർഡ് ആണ്. നമ്മൾ ഒന്നാമത്തെ പറഞ്ഞ മെത്തേഡിന്റെയും രണ്ടാമത്തെ പറഞ്ഞ മെത്തേഡിന്റെയും ഒരു എന്താ പറയാ ഒരു ഒരു കൂട്ടായ ഒരു കണക്റ്റഡ് ഫോം ആണ്. എന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് സ്ട്രക്ചേർഡും അല്ല, ഫുൾ ആയിട്ട് ഫ്രീയും അല്ല. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ആണ് നമ്മൾ എന്ത് വിളിക്കുക, ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇതിനകത്ത് കാൻഡിഡേറ്റ്സിന്റെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യും. ആൻഡ് ഓൾസോ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ആൻഡ് പിന്നീട് ആളുടെ ഹോം ലൈഫ്, ആളുടെ എന്താ പറയാ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എഡ്യൂക്കേഷൻ, പ്രീവിയസ് എക്സ്പീരിയൻസ്, പിന്നെ ആളുടെ മനോഭാവങ്ങൾ, ഓരോ ജോലിയോട് അയാൾക്ക് ചെയ്യാൻ പോകുന്ന ഏറ്റെടുക്കാൻ പോകുന്ന ഇന്നൊരു ജോലി നിനക്ക് തരികയാണെങ്കിൽ വാട്ട് വിൽ ബി യുവർ ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചോദിക്കാം. ചിലപ്പോൾ അങ്ങനെയുള്ള അവരുടെ ഭാവവും മറ്റു കാര്യങ്ങളൊക്കെ അറിയാൻ, പിന്നെ അവരുടെ ഇൻട്രസ്റ്റ് മറ്റേതെങ്കിലും വിഷയങ്ങളിലോ മറ്റു കാര്യങ്ങളിലോ അവർക്ക് ഏതാണ് കൂടുതൽ താല്പര്യമുള്ള കാര്യങ്ങൾ അതിനെ കുറിച്ചിട്ട്, പിന്നെ അവരുടെ ഹോബീസ് കണ്ടോ. അപ്പൊ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള കുറെ ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അവർ സ്ട്രക്ചേർഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ എന്ന് പറയുന്നുണ്ട്. ഡെപ്ത് ഇന്റർവ്യൂ ഓർ ആക്ഷൻ ഇന്റർവ്യൂ. മനസ്സിലായോ? പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഫസ്റ്റ് മെത്തേഡിന്റെയും സെക്കൻഡ് ഫ്രീ ഇന്റർവ്യൂവിന്റെയും ഒരു മിക്സ്ചർ ഫോം ആണ്, ഒരു മിശ്രിത രൂപമാണ് നമ്മുടെ സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ആക്ഷൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഡെപ്ത് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ? അവിടെ നമ്മൾ പ്ലാൻഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട്, അവരുടെ സബ്ജക്ട് അനുസരിച്ച് ഏത് രീതിയിലേക്കുള്ള ആപ്ലിക്കേഷൻ ആണ് വന്നേക്കുന്നത്. അപ്പൊ അതിൻ്റെതനുസരിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതുകൂടാതെ അവരുടെ ലൈഫ്, ഹോം ലൈഫ്, എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഹോബീസ് ഓൾസോ വിൽ ബി ആസ്ക്ഡ്. അതും അവരുടെ ചോദ്യത്തോടൊപ്പം ഉൾപ്പെടുത്തി ചോദിക്കും. അപ്പൊ ഇത് രണ്ടിന്റെ പപ്പാതി. മനസ്സിലായോ? അതുകൊണ്ട് അതിന് ആക്ഷൻ ഇന്റർവ്യൂ അല്ലെങ്കിൽ ഡെപ്ത് ഇന്റർവ്യൂ എന്ന് പറയും. മാത്രമല്ല ഇതൊരു സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. ക്ലിയർ ആണോ? തേർഡ് വൺ മനസ്സിലായോ? ഓരോ ഇന്റർവ്യൂ അണ്ടർലൈൻ ചെയ്യുക. എല്ലാ ഇന്റർവ്യൂസും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഓരോ ഇന്റർവ്യൂവിനും നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പാകത്തിനുള്ള രീതിയിലുള്ള സെന്റൻസുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് അത് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആയാലോ? മൂന്നാമത്തെ. നാലാമത്തേക്ക് പോകാണ്. നെക്സ്റ്റ് വൺ ഗ്രൂപ്പ് ഇന്റർവ്യൂ ആണ്. ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ ആണ്. ഇവിടെ എന്താ
ഇവിടെ in this type of interview, group rather than the individuals are interviewed. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, അതായത് ഒരു ഇന്റർവ്യൂവില് ഒരാളോട് അല്ല ഇവിടെ ചോദിക്കുക, ഇവിടെ പകരം ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ടീമിനോടായിരിക്കും കുറെ ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ടി വരുന്ന ചില ജോലികളുണ്ട് അല്ലെ. ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾക്ക് ഗ്രൂപ്പായിട്ട് അവർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട ചില ടാസ്കുകളുണ്ട്. സോ ദാറ്റ് ദ ടീം ഓർ ദ ഗ്രൂപ്പ് വിൽ ബി ആസ്ക്ഡ് സം ക്വസ്റ്റ്യൻസ്. അവിടെ എന്ത് ചെയ്യും, ആ ഗ്രൂപ്പിനോട് മൊത്തത്തിലായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ചോദിക്കില്ല. അതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് വിളിക്കുക. സിമ്പിൾ ആണത് അല്ലെ. ഗ്രൂപ്പ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഗ്രൂപ്പ്സ് ആർ ഇന്റർവ്യൂഡ് റാദർ ദാൻ ഇൻഡിവിജ്വൽസ്. ഇൻഡിവിജ്വൽസിനെ ഇന്റർവ്യൂ ചെയ്യുന്നതിന് പകരം അവിടെ ഗ്രൂപ്പിനെ ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യുക. സച്ച് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ is called group or discussion interview. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ, അപ്പൊ ഞാൻ കുറച്ച് ചോദ്യം ചോദിക്കാണ്, എന്റെ മുമ്പിൽ ഒരു 5-6 പേര് ടീമുണ്ട്, അപ്പൊ ഞാനാണ് ഇന്റർവ്യൂവർ. ഞാൻ ചോദിക്കുന്നു കാൻഡിഡേറ്റ്സിനോട്, അപ്പൊ അതിന്റെ ഉത്തരം അവർക്ക് ഡിസ്കസ് ചെയ്ത് പറയാം. മനസ്സിലായോ? ഒരാളൊറ്റയ്ക്ക് പറയണ്ട, ഡിസ്കസ് ചെയ്ത് പറയാം. ഇപ്പൊ ഒറ്റയ്ക്ക് ഒരാൾക്ക് അറിയാമെങ്കിലും അവര് ആ ആള് അത് മറ്റുള്ളവരോട് ചോദിക്കും, ഇതിങ്ങനെയല്ലേ എന്ന് ചോദിച്ച് അവരുടെ അഭിപ്രായം കൂടി തേടിയിട്ട് ആൻസർ പറയും. വെറുതെ ഒറ്റയ്ക്ക് ആൻസർ പറഞ്ഞ് തെളിയിക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട്. എനിക്കൊരു ഉത്തരം അറിയാം, പക്ഷെ ഞാനത് തന്നെയാണോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടി മറ്റുള്ളവരോടും എന്നോടൊപ്പം ഉള്ള ടീമിലെ മറ്റുള്ളവരോടും ചോദിച്ച് അത് ക്ലിയർ ചെയ്തതിന് ശേഷം ആൻസർ ആ ഒരു ഇന്റർവ്യൂവർക്ക് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് വിളിക്കുക. ക്ലിയർ? മനസ്സിലായോ? ഗ്രൂപ്പ് ഇന്റർവ്യൂ ഇവിടെ കയ്യും ഇതൊന്നും വരുന്നില്ല, യെസും നോയും ഒന്നും വരുന്നില്ല. ഇപ്പുറത്ത് കൈ വരുന്നു. ഓക്കെ, അത് പക്ഷെ നമുക്കത് കാണാമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം ഗ്രൂപ്പ് ഇന്റർവ്യൂ. നമ്മളുടെ ഗ്രൂപ്പ് ഇന്റർവ്യൂവിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ ഒരു ഇന്റർവ്യൂ ആണ് ബോർഡ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പാനൽ ഇന്റർവ്യൂ. ഇവിടെ എന്താ പ്രത്യേകത അറിയോ? എ ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂവേഴ്സ്, ഒരു ടീം ഓഫ് ഇന്റർവ്യൂവേഴ്സ് വിൽ ബി ഇൻ ദ പാനൽ. ഇന്റർവ്യൂ ചെയ്യാൻ ഇരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് ഒരു 3-4 പേര് ഇരിക്കുന്നു. മനസ്സിലായി? ഒരു കാൻഡിഡേറ്റ് ആയിരിക്കും മുമ്പിലേക്ക്, ഒരു ആപ്ലിക്കന്റ്. ഒരാളെ ഇന്റർവ്യൂ ചെയ്യാൻ എ ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂവേഴ്സ്, a group of panel members will be asking some questions to the individual. ആ കാൻഡിഡേറ്റിനോട് ഒരാളോട് കുറച്ചധികം പേരിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇപ്പൊ നമ്മള് സിനിമയിലൊക്കെ അങ്ങനത്തെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ജോലികൾക്കൊക്കെ ചെല്ലുമ്പോൾ അവിടെ കുറച്ചധികം പേരിരിക്കും. നിങ്ങളൊക്കെ എന്താ പറയാ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ പഠിച്ചിട്ടൊക്കെ നമ്മള് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ജോലി ചെയ്യാനായിട്ടൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കുറച്ചധികം പേര് നമ്മളെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കും. കാരണം വിൽ ബി ഫ്രം ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഹോസ്പിറ്റലിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റും മാനേജ് ചെയ്യേണ്ടവരല്ലേ നമ്മള്? ആണോ? പറഞ്ഞത് മറന്നുപോയോ? തുടക്കം ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നോ നിങ്ങളോട്? ഇല്ലേ, പറഞ്ഞിട്ടില്ലേ? നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മള് ഹോസ്പിറ്റൽസിനെ മൊത്തം മാനേജ് ചെയ്യാം. ഹോസ്പിറ്റൽസിന്റെ മൊത്തം പ്രവർത്തനങ്ങൾ സ്കെഡ്യൂൾ ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, മാനേജ് ചെയ്യുക, ഡയറക്ട് ചെയ്യുക, അല്ലെ? അവിടുത്തെ ഓരോ സർവീസസും ട്രാക്ക് ചെയ്യുക, ശരിയായ രീതിയിൽ ക്വാളിറ്റി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കാം. ഇതൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്തമാണ് നമ്മൾ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന്, ചിലപ്പോൾ ഒന്നിലധികം ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ ആളുകൾ ഇരുന്നിട്ട് അവര് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ അവര് ചോദിക്കുമ്പോൾ അവരുടേതായ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെയും എന്തുണ്ട്, ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഒരു കാൻഡിഡേറ്റിനെ എന്ത് ചെയ്യുന്നു, ഇന്റർവ്യൂഡ് ബൈ എ നമ്പർ ഓഫ് ഇന്റർവ്യൂസ്. കുറച്ചധികം പേര് ഇരുന്നിട്ട്, കുറച്ചധികം 15 പേരൊന്നും ഇരിക്കില്ല, 3-4-5 പേര് മാക്സിമം, അത്രയും പേരൊക്കെ ഇരുന്നിട്ട് ഒരാളോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു. സച്ച് ഇന്റർവ്യൂസ് കോൾഡ് ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ, ബോർഡ് ഓർ പാനൽ ഇന്റർവ്യൂ. ബോർഡ് ഇന്റർവ്യൂ അല്ലെങ്കിൽ പാനൽ ഇന്റർവ്യൂ എന്നാണ് നമ്മളതിനെ പറയുക. അവിടെ ഒരു കാൻഡിഡേറ്റ് ഒന്നിലധികം ഇന്റർവ്യൂസ്. ഗ്രൂപ്പ് ഓൺ ഡിസ്കഷൻ ഇന്റർവ്യൂവിൽ എങ്ങനെയായിരുന്നു? അതെ അതെ, ഗ്രൂപ്പ് ഓൺ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മുമ്പിൽ ഒരു ടീം ഓഫ് കാൻഡിഡേറ്റ്സ് ഒരാള് ഇന്റർവ്യൂ ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? രണ്ടും തമ്മിൽ കൂട്ടിക്കൊഴിക്കോ? പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ അതുപോലെ തന്നെ ഡിസ്കഷൻ ഓർ ഗ്രൂപ്പ് ഇന്റർവ്യൂ തമ്മിൽ കുഴക്കില്ലല്ലോ? ഓക്കെ, ലാസ്റ്റ് വൺ. അപ്പൊ ലാസ്റ്റത്തെ ഇതാണ്. അപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ ആണ്. അവസാനത്തെ ഇന്റർവ്യൂ സ്ട്രെസ് ഇന്റർവ്യൂ. ഇതൊക്കെ സിമ്പിൾ കാര്യമുണ്ടോ, വലിയ ബുദ്ധിമുട്ടില്ലാത്തതാണ്. ഇന്ത്യയുടെ പോർഷൻ മുഴുവനും പെട്ടെന്ന് എടുത്ത് പോകാൻ പറ്റുന്നത്. അപ്പോഴേക്കും അവിടെ ഇരുന്ന് ആരും പറഞ്ഞു സ്പീഡ് കുറയ്ക്കോ, ഇതൊന്നും സ്പീഡില് എന്താ പറയാ, ഇത്ര സ്പീഡിൽ പറഞ്ഞാലും ഒരു സ്പീഡിലാണെങ്കിൽ 2-3 പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആണെങ്കിലും നമുക്ക് ഗ്രഹിക്കാവുന്നുള്ളൂ. കാരണം ഇതൊക്കെ സിമ്പിൾ കാര്യമാണ്. ഒരു ജോലിക്കുള്ള ഇന്റർവ്യൂ, അതിലേക്ക് സെലക്ഷൻസ് നടത്തുന്നു, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ, അതാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് വൺ ഈസ് സ്ട്രെസ് ഇന്റർവ്യൂ. എന്തായിരിക്കും സ്ട്രെസ്? ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ സ്ട്രെസ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇവിടെ സ്ട്രെസ് ആണ്. ഇവിടെ ഇന്റർവ്യൂ വിൽ ആസ്ക് ക്വസ്റ്റ്യൻസ് വിച്ച് ഈസ് എ ടൈപ്പ് ഓഫ് അൺഫ്രണ്ട്ലി മാനർ. അതായത് നമ്മുടെ മുമ്പിൽ
മുമ്പിലിരിക്കുന്ന ആപ്ലിക്കന്റിന് യാതൊരു രീതിയിലുള്ള ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. എന്റെ മുമ്പിലിരിക്കുന്ന ആള് എന്തോ ഒരു ശത്രുവിനെ പോലെ ഇരിക്കുന്നു. അങ്ങനെ ഒരു ആളോട് ചോദിക്കുന്ന പോലെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തായിരിക്കും ഇങ്ങനെ? അതായത് ഒരു മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ ചോദിക്കണം. ഡെലിബറേറ്റ്ലി ആണ് ചോദിക്കുന്നത്. അതായത് അറിഞ്ഞുകൊണ്ട് തന്നെ മനസ്സിൽ നിന്ന് തട്ടി തന്നെയാണ് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ഇത്തരം നമ്മൾക്ക് ദേഷ്യപ്പെടുന്ന അല്ലെങ്കിൽ നമ്മളെ സങ്കടപ്പെടുത്തുന്ന, നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് നമ്മളിലേക്ക് വന്നാൽ ഹൗ വിൽ വി റിയാക്ട്, നമ്മൾ അതിനെ എങ്ങനെ പ്രതികരിക്കും എന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ അല്ലെ, എംബാരസ് ചെയ്യുക, അനോയ് ചെയ്യുക, ദേഷ്യം പിടിപ്പിക്കുക, വെറുപ്പിക്കുക, പിന്നെ ഫ്രസ്ട്രേറ്റഡ് ആക്കുക, സങ്കടപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെ അതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മളെ എന്ത് ചെയ്യാൻ, നമ്മളെ ഡിഫെൻഡ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ നമ്മൾ അതില് ദേഷ്യപ്പെടണം അങ്ങനെ. പക്ഷെ ആ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യും? നമ്മുടെ ജോലിയിൽ കയറി കഴിയുമ്പോൾ അത്തരം സിറ്റുവേഷൻസ് നമുക്ക് വരും. ചിലപ്പോൾ നമ്മളെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ, നമ്മളെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഒരുപാട് സിറ്റുവേഷൻസ്, സാഹചര്യങ്ങൾ നമുക്ക് ആ ഒരു ജോലി സ്ഥലത്ത് ഉണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും? സങ്കടം വന്നു എന്ന് പറഞ്ഞിട്ട് മൂലൊക്കെ പോയിരുന്നാൽ കാര്യങ്ങൾക്ക് തരുമോ? ഇല്ല. അന്നേരം നമുക്ക് ഭയങ്കര സങ്കടമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ജോലി സ്ഥലത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ ആ സങ്കടത്തോടെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടി, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് നമ്മൾ ചെയ്തു തീർക്കണം. The show must go on. എത്ര സങ്കടങ്ങളാണെങ്കിലും അതുള്ളിൽ ഒതുക്കി നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്തേ മതിയാകും. ദേഷ്യം പഠിപ്പിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകാം. അതനുസരിച്ച് നമ്മൾ വടിയും വാളും എടുത്തിട്ട് നമുക്ക് എതിരെ ഉള്ള ആളെ നമ്മൾ വെട്ടോ കുത്തോ അല്ലെങ്കിൽ അവരെ ദേഷ്യപ്പെടോ വഴക്കുണ്ടാക്കുകയോ ഒക്കെ ചെയ്യാമോ ജോലി സ്ഥലത്ത്? അല്ല. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിൽ നിന്നൊക്കെ മാറി അത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ കൂടെ. പക്ഷെ നമ്മളുടെ ജോലി ആ ജോലിയിൽ തന്നെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ അത്തരം സിറ്റുവേഷൻസ് ഉണ്ടായാൽ എങ്ങനെ നമ്മൾ അതിനെ റിയാക്ട് ചെയ്യും? ഹൗ ദ കാൻഡിഡേറ്റ് വിൽ ബിഹേവ്? അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എങ്ങനെ പെരുമാറും ഇത്തരം സ്ട്രെസ് സിറ്റുവേഷൻസിലൊക്കെ? ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ, നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിൽ, നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. സച്ച് ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ, അങ്ങനത്തെ ഇന്റർവ്യൂവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് വിളിക്കുക. ഓക്കെ, ആ വാക്കുകൾ അൺഫ്രണ്ട്ലി ആയിരിക്കും ചോദ്യങ്ങള്. പിന്നെ മാത്രമല്ല നമ്മളെ അനോയ് ചെയ്യാൻ, നമ്മളെ എംബാരസ് ചെയ്യാൻ, നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് ഇത്തരം ഇന്റർവ്യൂസ് എന്താ പറയാ ചോദിക്കുക, ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിനെ നമ്മൾ സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? മനസ്സിലായോ ലാസ്റ്റത്തേത്? അപ്പൊ നമ്മൾ പഠിച്ചത് എത്ര ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ പഠിച്ചു? പാറ്റേൺഡ് ഓർ സ്ട്രക്ചേർഡ് ഓർ സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്റർവ്യൂ. അടുത്തത് സെക്കൻഡ് വൺ നോൺ ഡയറക്റ്റീവ് ഓർ ഫ്രീ ഇന്റർവ്യൂ. മൂന്നാമത്തേത് ഡെപ്ത് ഓർ ആക്ഷൻ ഇന്റർവ്യൂ. നാലാമത്തേത് ഗ്രൂപ്പ് ഓർ ഡിസ്കസ്ഡ് ഇന്റർവ്യൂ. 5 പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. ആൻഡ് ലാസ്റ്റ് വൺ സ്ട്രെസ് ഇന്റർവ്യൂ. 6 എണ്ണം അല്ലെ പാറ്റേണില്. അതായത് നേരത്തെ കൂടി പ്രീ പ്ലാൻഡ്, ആ വാക്ക് പ്രീ പ്ലാൻഡ് ടു എ ഹൈ ഡിഗ്രി ഓഫ് അക്യുറസി ആൻഡ് പ്രിസിഷൻ. കൃത്യത ഉറപ്പുവരുത്താൻ നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്യുന്നു. രണ്ടാമത്തേത് ഫ്രീ ഇന്റർവ്യൂ അല്ലെങ്കിൽ നോൺ ഡയറക്റ്റീവ്. അതൊരു വിൽ നോട്ട് ഹാവ് എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ്. അതിനൊരു സ്ട്രക്ചേർഡ് ഫോർമാറ്റ് അതിൽ ഉണ്ടായിരിക്കില്ല. ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നു. അതിന് ലെങ്ത് ഓഫ് ടൈം ചിലപ്പോൾ കൂടുതലായിരിക്കാം. ഡെപ്ത് ഓഫ് ആക്ഷൻ ഇന്റർവ്യൂ ഇതൊരു സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ ആണ്. അതിനകത്ത് ഇന്റർവ്യൂവിന്റെ കുറച്ച് സ്റ്റാൻഡേർഡൈസ്ഡ് ക്വസ്റ്റ്യൻസിനോടൊപ്പം അവരുടെ ഹോം ലൈഫ്, അവരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, ഹോബീസ്, ഇൻട്രസ്റ്റ് ഇതൊക്കെ ചോദിക്കും. ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ. ഇതില് ഒരു ഇന്റർവ്യൂ ഗ്രൂപ്പ്സ് വിൽ ബി ഇന്റർവ്യൂ. ഗ്രൂപ്പിനെ ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യാം rather than a candidate, rather than a individual. ഒരു വ്യക്തിയെ ഒഴിച്ച് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കന്റിനെ അല്ലാതെ ഗ്രൂപ്പിനെ ഇന്റർവ്യൂ ചെയ്യുന്നു. അതാണ് ഗ്രൂപ്പ് ഓർ ബോർഡ് ഇന്റർവ്യൂ, ഗ്രൂപ്പ് ഓർ ഡിസ്കഷൻ ഇന്റർവ്യൂ എന്ന് പറഞ്ഞു. അടുത്തത് പാനൽ ഓർ ബോർഡ് ഇന്റർവ്യൂ. അവിടെ എ ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂവേഴ്സ് വിൽ ബി ഇന്റർവ്യൂ എ കാൻഡിഡേറ്റ്. ഒരു കാൻഡിഡേറ്റിനെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇന്റർവ്യൂവേഴ്സ്, പാനൽ മെമ്പേഴ്സ് ആയിരിക്കും ഇന്റർവ്യൂ ചെയ്യാം. സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് അൺഫ്രണ്ട്ലി മാനറിൽ നമ്മളെ എംബാരസ് ചെയ്യാൻ, ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ, നമ്മളെ അനോയ് ചെയ്യാൻ, അല്ലെ നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും മറ്റുമൊക്കെ ചോദിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ടു ഐഡന്റിഫൈ വെദർ ഹൗ ദിസ് കാൻഡിഡേറ്റ് വിൽ റിയാക്ട് സിറ്റുവേഷൻസ്. ഇത്തരം സിറ്റുവേഷൻസിൽ ആ കാൻഡിഡേറ്റ് എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ പെരുമാറും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അത്തരം സിറ്റുവേഷൻസിൽ എന്ത് ചെയ്യുന്നത്, അത്തരം ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയും ഇന്റർവ്യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ ജോലിക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഇന്റർവ്യൂസ് കുറച്ച് കൂടുതലായിരിക്കും, സ്ട്രെസ് ഇന്റർവ്യൂ ഒക്കെ. കാരണം എന്താന്ന് പറയട്ടെ, നമ്മൾക്കറിയാം അവിടെ വരുന്ന രോഗികളാണ് അല്ലെ കൂടുതൽ വരുന്ന രോഗികളുടെ മനസ്സിലെ അവസ്ഥകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ അവർ നമ്മളോട് ദേഷ്യപ്പെടും, ഇല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ തന്നെ ചിലപ്പോൾ ചെല്ലുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നഴ്സസിനോട്
അതുപോലെ തന്നെ അവിടുത്തെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റാഫിനോടൊക്കെ ചിലപ്പോൾ ചിലതിനോട് നമുക്ക് യോജിക്കാൻ പറ്റാണ്ടാവേ നമ്മൾ ദേഷ്യപ്പെടും അല്ലെ. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ ആളുകൾ വരുന്നത്. അപ്പൊ അറ്റ് ടൈം ഹൗ വി വിൽ ബിഹേവ്, നമ്മളൊക്കെ എങ്ങനെ ബിഹേവ് ചെയ്യണം, വളരെ പേഷ്യന്റ് ആയിരിക്കണം. അവര് നമ്മളുടെ മുമ്പിൽ ഇരിക്കുന്ന രോഗികൾ എന്ന് പറയുന്ന പേഷ്യന്റ് ആണ്. പക്ഷെ നമ്മൾ എന്നുള്ളത് ക്ഷമയുള്ളവരായിരിക്കണം പേഷ്യന്റ്. അവിടെ പേഷ്യന്റ് തന്നെയാണ്. പേഷ്യന്റ് ഡീൽസ് ദ പേഷ്യന്റ് അല്ലെ. വളരെ ക്ഷമയോടെ ഡീൽ ചെയ്യേണ്ടവരാണ് നമ്മൾക്ക് മുന്നിൽ വരുന്ന ഓരോ പേഷ്യന്റിനെയും. അപ്പൊ തീർച്ചയായിട്ടും ചിലപ്പോൾ ഇങ്ങനത്തെ ഇന്റർവ്യൂ ഹോസ്പിറ്റൽസ് പോലെയുള്ള ഓർഗനൈസേഷൻസിൽ കൂടുതലായിരിക്കും. ബിക്കോസ് ദേ ഹാവ് ടു നോ, അവർക്ക് അറിയണം എങ്ങനെയാണ് നമ്മൾ അത്തരം സിറ്റുവേഷൻസിനെ കൈകാര്യം ചെയ്യുക. വളരെ ശാന്തതയോടെ അവര് ദേഷ്യപ്പെടുമ്പോൾ അവരോട് നമ്മൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന കാര്യം നടക്കില്ല. അപ്പൊ അത് വളരെ ആ രീതിയിലായിരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? 6 ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ മനസ്സിലായല്ലോ. 6 ടൈപ്പും ഇമ്പോർട്ടന്റ് ആണ്. സോ നൗ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അടുത്ത ഒരു ചെറിയ കുറച്ച് ടോപ്പിക്കുകളാണ്. ഒന്ന് പ്രൊമോഷൻ ആണ്. എന്താണ് പ്രൊമോഷൻ? പ്രൊമോഷൻ കേട്ടിട്ടുണ്ടല്ലോ, ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ പ്രൊമോഷൻ? ഒരു എംപ്ലോയി തനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു നിലയിൽ നിന്ന് കുറച്ചുകൂടി സാലറി കൂടുന്ന, കുറച്ചുകൂടി റെസ്പോൺസിബിലിറ്റി കൂടുന്ന, കുറച്ചുകൂടി കൂടുതൽ ഹൈ സ്റ്റാറ്റസിലേക്ക് നീങ്ങുന്ന ഒരു ജോലിയിലേക്ക് പതുക്കെ അങ്ങോട്ട് മാറുന്നു. അതിനെയാണ് നമ്മൾ പ്രൊമോഷൻ വിളിക്കുക അല്ലെ. അതായത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു ലെവല്, ക്ലർക്ക് ആയിട്ടിരുന്ന ആള് മാനേജർ പോസ്റ്റിലേക്ക് ഉയരുക. എന്താണ് കാരണം? ക്ലർക്ക് ആയിരുന്നു നേരത്തെ, ഇപ്പൊ എന്ത് ചെയ്യുന്നു? പല കാരണങ്ങൾ കൊണ്ട്, എന്തെങ്കിലുമൊക്കെ റീസൺസ് കിട്ടുമെന്ന് അവിടെ പറയുന്നുണ്ട്. പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? ആൾക്ക് ആ ജോലിയിൽ നിന്ന് സ്ഥാനക്കയറ്റാം അല്ലെ. അതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് വിളിക്കാം. അപ്പൊ കൂടുതൽ സ്റ്റാറ്റസ് നമ്മുടെ വർദ്ധിക്കും. കാഷ്യർ അല്ലെങ്കിൽ ക്ലർക്ക് ആയിരുന്നു, ഇപ്പൊ മാനേജറായി, സ്റ്റാറ്റസ് മാറിയില്ലേ, സാലറിയും കൂടും, ഇച്ചിരി കൂടി കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉള്ളതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് വിളിക്കാം. ട്രാൻസ്ഫർ ഓഫ് എൻ എംപ്ലോയി ടു എ ജോബ് വിച്ച് പേസ് മോർ സ്റ്റാറ്റസ്, വിച്ച് പേസ് മോർ മണി അല്ലെ. നമുക്ക് കൂടുതൽ പണവും അതുപോലെ നമുക്ക് കൂടുതൽ നല്ലൊരു സ്റ്റാറ്റസിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റാറ്റസിലേക്കും ഒരു എംപ്ലോയിയുടെ ജോബിൽ നിന്നുള്ള മാറ്റത്തെയാണ് നമ്മൾ എന്ത് വിളിക്കാം? പ്രൊമോഷൻ എന്ന് വിളിക്കാം. എപ്പോഴാണ് പ്രൊമോഷൻസ് ഉണ്ടാകുക? എന്തൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം പ്രൊമോട്ടഡ് ആവുക? അതായത് ഈ ചിലപ്പോഴൊക്കെ ലെങ്ത് ഓഫ് സർവീസ്, ചില ആളുകൾ കുറെ നീണ്ട വർഷക്കാലം ഒരേ പോസ്റ്റില്, അപ്പൊ അവരെ കുറെ കഴിയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇയർ ഓഫ് സർവീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ സർവീസിന്റെ കാലാവധി അനുസരിച്ചിട്ട് പ്രൊമോഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഏതെങ്കിലും ആ ജോലിക്ക് ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വേറെ ട്രെയിനിങ് ഒക്കെ നടത്തി ആ ട്രെയിനിങ് കോഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴും പ്രൊമോട്ടഡ് ആകാൻ സാധ്യതയുണ്ട്. നേരത്തെയുള്ള പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി, നമ്മൾ ചെയ്ത ജോലികളൊക്കെ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തു, നമ്മുടെ പെർഫോമൻസിന്റെ ബേസിസിൽ അപ്പോഴും പ്രൊമോഷൻസ് വരാൻ സാധ്യതയുണ്ട്. അതാണ് HR അപ്രൈസിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹ്യൂമൻ റിസോഴ്സുകളൊക്കെ അപ്രൈസ് ചെയ്യും. എന്ന് വെച്ചാൽ ഓരോ ജോലിക്കാരും എങ്ങനെയൊക്കെയാണ് അവരുടെ ജോലി ചെയ്യുന്നത്, ആ അപ്രൈസൽസ് നടത്തുന്നത് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ആ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്താൽ നല്ല രീതിയിലുള്ള അവർ ഉദ്ദേശിച്ച് എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന എംപ്ലോയീസിനെ തീർച്ചയായും പ്രൊമോട്ട് ആകും അല്ലെ, പ്രൊമോഷൻ കൊടുക്കും. അപ്പൊ ഇതൊക്കെ പ്രൊമോഷന് വെയിറ്റേജ് നൽകുന്ന ചില ഫാക്ടേഴ്സ് ആണ്. എന്താണ് പ്രൊമോഷന് വെയിറ്റേജ് നൽകുന്ന ഫാക്ടേഴ്സ്? ഏതൊക്കെയാണ്? ലെങ്ത് ഓഫ് സർവീസ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റഡ്, പ്രീവിയസ് വർക്ക് ഹിസ്റ്ററി എന്നുള്ളതൊക്കെ. ഇപ്പൊ ഈ 4 കാര്യങ്ങളും ഒരു ആളുടെ ജോലിക്ക് പ്രൊമോഷൻ നൽകാൻ സാധ്യതയുള്ള ചില വെയിറ്റുകളാണ്. വെയിറ്റ് എന്ന് പറഞ്ഞ വെയിറ്റേജ് എന്ന് പറഞ്ഞ ചില മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രൊമോട്ടഡ് ആകുക. മനസ്സിലായോ? ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് വെക്കണം. എന്താണ് പ്രൊമോഷൻ എന്നും പ്രൊമോഷന് വെയിറ്റേജ് നൽകുന്ന ഫാക്ടേഴ്സ് എന്താണെന്നും അവിടെ 2 സെന്റൻസ് ഉണ്ട്. ആ 2ഉം അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ അടുത്തേക്ക് വേഗം പോവുകയാണ്. ഇത്ര കഷ്ടപ്പെട്ട് ഇത്ര കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. ആരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടാ? ഞാൻ ഇടയ്ക്ക് പറയൂ, മനസ്സിലാക്കുന്നുണ്ടാ? ആരെങ്കിലും ഇല്ലല്ലോ? അടുത്തതിലേക്ക് പോകട്ടെ. അടുത്തത് ഡിമോഷൻ ആണ് കേട്ടോ. ആരും ഇവിടെ ഒന്നും പറയില്ല. ഹാൻഡ്സ് പോലും ആരും റേസ് ചെയ്തിട്ടില്ല ഇവിടെ ആരും. ഓക്കെ, യെസ്. അടുത്തത് ഡിമോഷൻ ആണ്. മനസ്സിലാവട്ടല്ലോ അല്ലെ? ഓക്കെ. ഒരാളെങ്കിലും ഒരു തമ്പിടാണെങ്കിൽ എനിക്കത് നിങ്ങൾ കേൾക്കണത് അല്ലെങ്കിൽ വോയിസിൽ ക്ലിയറൻസ് ഇല്ലാത്തത് കൊണ്ട് മനസ്സിലാകാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് നമ്മളുടെ ഈ ഒരു എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ചോദിക്കുന്നത്. അടുത്തത് ഡിമോഷൻ ആണ്. പ്രൊമോഷന്റെ ഓപ്പോസിറ്റ് ആണ് ഡിമോഷൻ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ല, ഇങ്ങനെ നേരത്തെ പറഞ്ഞ കുറെ ഫാക്ടേഴ്സ് അതൊക്കെ വെച്ച് നോക്കി ചില സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സ്ഥാനക്കയറ്റം, അതാണ് പ്രൊമോഷൻ. അപ്പൊ അതിന്റെ നേരെ വിപരീതമാണ് ഡിമോഷൻ. ഡിമോഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്റ്റാറ്റസ് താഴെ പോകും, ഉത്തരവാദിത്തം കുറവാകും, നമുക്ക് കിട്ടുന്ന സാലറി കുറയും, ഇതെല്ലാം കുറഞ്ഞു വരുന്നു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഡിമോഷൻ എന്ന് വിളിക്കുക. ഡിമോഷൻ മീൻസ് ദ ലോവറിംഗ് ഓഫ് സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് കുറയ്ക്കുക, ലോവറിംഗ് ഓഫ് സാലറി,
അതുപോലെ ലോവറിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ്, ഇതെല്ലാം കുറയ്ക്കുന്നു ഒരു എംപ്ലോയിന്. നീ നേരത്തെ എന്താ പറയാ കാഷ്യർ ആയിരുന്നു, നിന്നെ പിയൂണായിട്ട് ഡിമോട്ട് ചെയ്യുന്നു. അതെന്താ കാരണം? അപ്പൊ നിന്റെ എന്താണ് കാഷ്യർ ആയിരുന്ന ആള് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു, പിയൂണിലേക്ക് മാറുക. അപ്പൊ ആളുടെ സാലറി കുറഞ്ഞു അല്ലെ, സ്റ്റാറ്റസ് മാറിയില്ലേ? നേരത്തെ കുറച്ചുകൂടി നല്ല സ്റ്റാറ്റസ് ആയിരുന്നു, കാഷ്യർ ആയിട്ടുള്ള ജോലിയായിരുന്നു. ഇപ്പൊ അത് പിയൂണായിട്ട് മാറി, കണ്ടോ സ്റ്റാറ്റസ് മാറുന്നു. ഇതൊക്കെ ചിലപ്പോഴൊക്കെ ചില എംപ്ലോയീസിന് നൽകുന്ന ചെറിയൊരു പണിഷ്മെന്റ് രീതിയാണ് കേട്ടോ. ടു മേക്ക് ദ എംപ്ലോയീസ് വിജിലന്റ് അബൌട്ട് ദെയർ റെസ്പോൺസിബിലിറ്റീസ്. ചില എംപ്ലോയീസ് അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ശരിയായി നിർവഹിക്കാതിരിക്കുക, ശരിയായ രീതിയിൽ ജോലി ചെയ്യാതിരിക്കുക, നേരത്തിനും ഇതിനൊന്നും ജോലിക്ക് വരാതിരിക്കുക, ടൈമിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഓഫീസ് ടൈമിൽ കൃത്യമായിട്ട് എത്താതിരിക്കുക, തോന്നിയ പോലെ ഇട്ടിട്ട് പോകുക, ഇറങ്ങി പോകുക, അവരുടെ വർക്ക് എല്ലാം ഇൻകംപ്ലീറ്റ് നോക്കുമ്പോ എന്താ. അപ്പൊ ഇതുപോലെ ഇവാലുവേഷൻ നടത്തുമ്പോൾ ഓരോരുത്തരുടെയും ജോലിയൊക്കെ എത്രത്തോളം ഓരോരുത്തർ ചെയ്യുന്നു എന്ന് നോക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ പല അപാകതകൾ അല്ലെങ്കിൽ പാളിച്ചകൾ കണ്ടു കഴിയുമ്പോൾ അത്തരം എംപ്ലോയീസിനെ നോട്ട് ചെയ്യും. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുക, യാതൊരു മാറ്റമുള്ള ആളില്ല. അങ്ങനെ വരുമ്പോ മാനേജ്മെന്റ് മാനേജ്മെന്റിന് നിർബന്ധമായിട്ടും ഇത്തരം ആളുകൾക്ക് എന്തുകൊണ്ടെങ്കിൽ ഒരു ഡിമോഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനെയാണ് നമ്മള് ഡിമോഷൻ എന്ന് വിളിക്കുക. ഇതിനാണ് ഇങ്ങനെ ഡിമോഷൻസ് കൊടുക്കണേ, ടു കീപ് എംപ്ലോയീസ് വിജിലന്റ് അബൌട്ട് ദെയർ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്. ഓരോ എംപ്ലോയീസിനെയും അവരുടെ ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ എപ്പോഴും ഓർമ്മിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിലെപ്പോഴും വിജിലന്റ് ആയിരിക്കണം, നമ്മളെപ്പോഴും അതിൽ എന്താ പറയാ കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം. നമ്മൾ അങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആളുകളെ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ഡിമോഷനൊക്കെ കൊടുത്ത് കുറച്ച് ആളെ ആയിക്കോളും, ഓക്കെ ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് പിന്നെയും ആ സ്ഥലത്തേക്ക് തന്നെ വീണ്ടും ഇവാലുവേഷൻ ഒക്കെ നടത്തി കൊണ്ടുവന്നിടാൻ പറ്റും. ഓക്കെ, അപ്പൊ അത്തരം എംപ്ലോയീസിന് കൊടുക്കുന്ന ഒരു പണിഷ്മെന്റുകളാണ് ശരിക്കും പറഞ്ഞ ഡിമോഷൻ എന്ന് പറയുന്നത്. ആ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ഡിമോഷന്റെ 2 സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഒന്ന് വെറുതെ കണ്ണോണ്ടൊന്ന് വായിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ടോപ്പിക് അപ്പൊ പ്രൊമോഷൻ. ഇതൊക്കെ നമ്മള് ഈ എന്താ പറയാ നമ്മുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എംപ്ലോയീസിനെ സംബന്ധിക്കുന്ന എല്ലാം ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ജോലിക്കാരെ അല്ലെ, ജോലിക്കാരെ സംബന്ധിക്കുന്ന എല്ലാം നമ്മൾ തുടക്കം തുടങ്ങി ഹ്യൂമൻ റിസോഴ്സുകൾ എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതിലെ പേഴ്സണൽ മാനേജ്മെന്റിൽ നിന്ന് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. റിക്രൂട്ട്മെന്റ് പറഞ്ഞു, അതിനകത്ത് റിക്രൂട്ട്മെന്റിന്റെ പോളിസീസ്, അതിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മൾ സെലക്ഷൻ പറഞ്ഞു, സെലക്ഷന്റെ ടൂൾസിനകത്ത് വരുന്ന ഒന്നാണ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു, ഇന്റർവ്യൂവിന്റെ പല ടൈപ്സ് പറഞ്ഞു. അതിനുശേഷം ഇനി കുഞ്ഞു കുറെ ടോപ്പിക്കുകൾ, പ്രൊമോഷൻ, ഡിമോഷൻ, ഇത് രണ്ടും മനസ്സിലായല്ലോ. നെക്സ്റ്റ് വൺ, മറ്റൊരു കാര്യം, ഇതും എംപ്ലോയീസിൽ വരുന്ന മറ്റൊരു കാര്യമാണ്. എംപ്ലോയ്മെന്റിൽ ഒരു ജോലിക്ക് ഇടയിൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യമാണ് ട്രാൻസ്ഫർ. അല്ലെ, ട്രാൻസ്ഫർ ഉണ്ടാവാറില്ലേ? അതായത് എന്താ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞേ, അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂരായിരുന്നു നേരത്തെ ജോലി ചെയ്തിരുന്നത്, ഇപ്പൊ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഈ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ കേട്ടേക്കാം. പക്ഷേ അത് മാത്രമല്ല കേട്ടോ, ഒരൊറ്റ ഓർഗനൈസേഷനിൽ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അതേ ലൈനാണ് ഈ അവിടെ സാലറിയിലെ ഇൻക്രിമെന്റ് കൂടുതലൊന്നുമില്ല, സാലറി ഒന്നും മാറുന്നില്ല, നമ്മുടെ സ്റ്റേറ്റസും മാറുന്നില്ല, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അതേ പൊസിഷൻ തന്നെ. പക്ഷെ ഒരു സ്ഥലത്ത് നിന്ന് അതേ പൊസിഷനിലല്ല മറ്റൊരു സ്ഥലത്തേക്ക്, അത് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് ആകാം അല്ലെങ്കിൽ മറ്റൊരു പ്ലേസിലേക്ക് ആകാം. അങ്ങനെയുള്ള ഒരു ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ആണ്. ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നേരെ, അതായത് ഇങ്ങനെ നേരെ. മറ്റേത് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ ഇവിടെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, ഇവിടുന്ന് നേരെ മുകളിലേക്ക് ഇങ്ങനെ പോയി, മനസ്സിലായോ? അതേ സമയം ഡിമോഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊരു ആള് താഴേക്ക് പോകുക, ഡിമോഷൻ. അതേസമയം നമ്മളുടെ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ജോലി ചെയ്തിരുന്ന ആള് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കോ അടുത്ത ജില്ലയിലേക്കോ അടുത്ത സ്ഥലത്തേക്കോ അടുത്ത ബ്രാഞ്ചിലേക്കോ ഒക്കെ മാറ്റുക. അതിനെ മാത്രമാണ് എന്ത് വിളിക്കുക, നമ്മള് ട്രാൻസ്ഫർ വിളിക്കുക. ക്ലിയർ ആയോ? അവിടെ സാലറിയിൽ വ്യത്യാസം വരുന്നില്ല, ഡിഫറൻസ് വരുന്നില്ല, മനസ്സിലായോ? പ്രത്യേകിച്ചുള്ള രീതിയിൽ. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റേറ്റസ് മാറുന്നില്ല, അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും വലിയ കാര്യമായിട്ട് മാറുന്നില്ല. കാരണം ഇവിടെ എന്താ ചെയ്തിരുന്നത് അത് തന്നെ പുറത്ത് പോയി ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. ക്ലിയർ ആയോ? ഒരു സ്ഥലത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്ന ഒരു ആളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പൊ എറണാകുളത്താണ് ഏതെങ്കിലും ഒരു XYZ എന്ന് പറഞ്ഞൊരു ഫേം ആണെന്ന് വിചാരിക്കാം, ഒരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കാം, അവിടെ ജോലി, അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ഏതെങ്കിലും. അപ്പൊ ആളെ നമ്മൾ എന്താ പറയാ തൃശ്ശൂരുള്ള ഒരു ബ്രാഞ്ചിലേക്ക്, ഇവരുടെ സെയിം ഒരു സിസ്റ്റർ കൺസേൺ സഹോദര സ്ഥാപനമായ മറ്റൊരു സ്ഥലം തൃശ്ശൂർ അതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് എന്ന് വിചാരിക്കാം, സഹോദര സ്ഥാപനമാണ്, അങ്ങോട്ടേക്ക് വരുന്നു. കണ്ട, ഇവിടെ അറിയാവുന്ന അങ്ങനെ ട്രാൻസ്ഫർ വിത്ത് ഡിമോഷൻസ് വരാറുണ്ട്, അങ്ങനെ വരാറുണ്ട്. ഓക്കെ, ശരിയാണ്.
നമ്മൾ ട്രാൻസ്ഫർ ആണ് പറയുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് എൻ എംപ്ലോയി, ഒരു സ്ഥലത്ത് നിന്ന് ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക്, അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് യാതൊരു രീതിയിലും നമ്മുടെ സാലറിയിലോ സ്റ്റേറ്റസിലോ റെസ്പോൺസിബിലിറ്റീസിലോ മാറ്റമില്ലാതെ ഒരാളെ അങ്ങോട്ട് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ അതിനകത്ത് പ്രൊമോഷൻ ഇല്ല, ഡിമോഷൻ ഇല്ല. ചിലപ്പോഴൊക്കെ ഇത് ഡിമോഷൻ ട്രാൻസ്ഫറും കൂടി വരാറുണ്ട്, പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ വരാറുണ്ട്. ഇത് രണ്ട് സെപ്പറേറ്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞത് കേട്ടോ. പ്രൊമോഷനും കിട്ടി ട്രാൻസ്ഫറും ഒരുമിച്ച് വരാറുണ്ട്, ഡിമോഷനും പിന്നെ കൂടാതെ ട്രാൻസ്ഫറും വരാറുണ്ട്. അങ്ങനെയൊക്കെ എന്തായാലും ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്കോ ഒരു ഓർഗനൈസേഷനിൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്ക് നോക്കും. അതൊക്കെ എന്താ പറയാ, നമ്മുടെ വർക്കിന്റെ ടീം നല്ലതാക്കാൻ ചില പോരായ്മകളുള്ള ചില ഡിപ്പാർട്ട്മെന്റില് എന്തെങ്കിലും അവിടുന്ന് നന്നായി പെർഫോം ചെയ്യുന്ന ചില എംപ്ലോയീസിന് ചില ലിമിറ്റേഷൻസ് ഉള്ള ടീമിലേക്ക് കൊണ്ടുവന്നത് അവിടെ ഒന്നും എന്താ പറയാ ഒന്ന് നന്നായിട്ട് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇപ്പൊ നഴ്സസ് ടീമിൽ നിന്ന് തന്നെ എന്താ പറയാ ജനറൽ ആയിട്ട് ജോലി ചെയ്യുന്ന നഴ്സസ് ഉണ്ട്, അവിടുന്ന് ഏതെങ്കിലും ഒരു കുറച്ച് കേപ്പബിൾ ആയിട്ടുള്ള നല്ല സ്കിൽഡ് ആയിട്ടുള്ള ചില നഴ്സസിനെ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് മാറ്റിയിടുന്നു. രണ്ടുപേർക്കും ചെയ്യുന്ന ജോലികളൊന്നും തന്നെ, പക്ഷെ അവിടെ ഇച്ചിരി ഡള്ളായി കിടക്കുന്നു. അതുകൊണ്ട് അവിടെ ഒന്ന് മേക്കപ്പ് ചെയ്യാൻ, അവിടെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു നല്ലൊരു ടീം, സാറ്റിസ്ഫാക്ടറി ടീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളെ കൊണ്ടുവന്ന് അങ്ങനെ ഇടുന്നു. ചിലപ്പോൾ അത് കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് അവിടെയൊക്കെ എല്ലാം നോക്കി അറിയുമ്പോൾ ചിലപ്പോൾ തിരിച്ചങ്ങോട്ടേക്ക് തന്നെ ആക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. അപ്പൊ ട്രാൻസ്ഫറിൽ ഇൻക്രീസ് ഇൻ സാലറിയോ സ്റ്റേറ്റസോ റെസ്പോൺസിബിലിറ്റീസോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. ഒന്നാമത്തെ, a transfer is a horizontal or lateral movement of an employee from one job section. അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ ഡിപ്പാർട്ട്മെന്റ് one section, department or position to the another, the same another place where his salary, status and responsibility are same. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ആ ഡിപ്പാർട്ട്മെന്റിന്റെ അവിടെയുള്ള കോമയാണ്, ഫുൾ സ്റ്റോപ്പ് അല്ല. ജോബ്, സെക്ഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓർ പൊസിഷൻ, കോമിട്ടാണ്. അവിടെ ഡി ക്യാപിറ്റൽ ലെറ്ററിന്റെ ആവശ്യമില്ല. ശരിക്കും ഇവിടെ എന്റെ നോട്ടിലാണ്, നിങ്ങളുടെ ചിലപ്പോൾ ശരിയായിരിക്കാം, അറിയില്ല. ഓക്കെ, ഇനി അതിന്റെ അകത്ത് മറ്റൊരു സെന്റൻസ് ഉണ്ട്. ട്രാൻസ്ഫേഴ്സ് ആർ ജനറലി അഫക്റ്റഡ് ടു ബിൽഡ് അപ്പ് എ മോർ സാറ്റിസ്ഫാക്ടറി വർക്ക് ടീം. നല്ലൊരു വർക്ക് ടീം ഉണ്ടാക്കുന്ന ഉദ്ദേശത്തോടെ ആയിരിക്കാം എന്ത് ചെയ്യുന്നത്, സാധാരണ ട്രാൻസ്ഫേഴ്സ് നടത്താറുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത പറഞ്ഞോട്ടെ, അടുത്തത് സെപ്പറേഷൻസ് ആണ്. അവിടെ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വേർപെടുത്തുക അല്ലെ. അപ്പൊ ഇതുപോലെ തന്നെ സെപ്പറേഷൻസും ഉണ്ട്. നമ്മളുടെ ഇവിടെ സെപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ടെർമിനേഷൻ ഓഫ് സർവീസ്, അതായത് സേവനത്തിനെ വേർപെടുത്തുക എന്നാണ്. സേവനം, അതായത് ഏതെങ്കിലും ജോലി സ്ഥലത്ത് നമ്മൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സേവനത്തെ താൽക്കാലികമായിട്ടോ പെർമനന്റ് ആയിട്ടോ ഒക്കെ വേർപെടുത്തുന്നതിനെയാണ് ഇവിടെ സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഡ്യൂ ടു സം റീസൺസ്, പല പല കാരണങ്ങൾ കൊണ്ട് താൽക്കാലികമായി ടെമ്പററി ആയിട്ടോ അതുപോലെ പെർമനന്റ് ആയി സ്ഥിരമായിട്ടോ ഉള്ള വേർപെടുത്തൽ, സേവനത്തിൽ നിന്നുള്ള വേർപെടുത്തലിനെയാണ് നമ്മൾ സെപ്പറേഷൻ എന്ന് വിളിക്കുക. അത് എന്താ പറയാ, ചിലപ്പോൾ നിർത്തലാകാം, എന്നേക്കുമായിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാകാം. അപ്പൊ ഒരു എംപ്ലോയിനെ then they are separated from a payroll, ഒരു പേറോളിൽ നിന്ന് എപ്പോഴൊക്കെയാണ് അവര് സെപ്പറേറ്റഡ് ആകുക, അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് അവരുടെ സർവീസ് ടെർമിനേറ്റ് ചെയ്യുക. എന്താ പേറോൾ എന്ന് പറഞ്ഞാൽ? പേറോൾ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? അത് ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ ലിസ്റ്റ്, അവരുടെ വേജ് പേയ്മെന്റിന്റെ ഒരു ഷീറ്റാണ്, വേജ് ഷീറ്റ്. അത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് ഒക്കെ ഉപയോഗിച്ച് അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കും. ഓരോ എന്താ പറയാ എംപ്ലോയീസും അവരുടെ സാലറി അല്ലെങ്കിൽ വേജസിനെ സംബന്ധിക്കുന്ന ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ, അവരുടെ ബേസിക് ആയിട്ടുള്ള സാലറി എത്രയാണ്, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അലവൻസുകൾ, ഇപ്പൊ DA അങ്ങനെയുള്ള അലവൻസുകൾ കൊടുക്കണമെങ്കിൽ അത്, പിന്നെ അതിൽ നിന്ന് അവരുടെ ഇവിടെ എന്തെങ്കിലും PF പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ, പിന്നെ ബോണസ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ലാസ്റ്റ് എന്നിട്ട് ഫൈനൽ പേയ്മെന്റ് എത്രയാണ്, അങ്ങനെയുള്ള ഒരു ഗ്രോസ് സാലറി എത്രയൊക്കെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരു ഷീറ്റ്.
അതിലെല്ലാം ഉണ്ടായിരിക്കും. എല്ലാം അവർക്ക് കൊടുക്കുന്ന ഡീറ്റെയിൽസ് ഓഫ് പേയ്മെന്റ്, അവരുടെ പേയ്മെന്റിന്റെ സകല ഡീറ്റെയിൽസും ആ ഒരു ഷീറ്റിനകത്ത് ഉണ്ടായിരിക്കും. അതിങ്ങനെ മെയിൻ വൈസ് ഓരോ എംപ്ലോയീസിന്റെ പേര് അനുസരിച്ച് ഓർഡറിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് പേരോൾ എന്ന് പറയുന്നത്. അതിൽ നിന്ന് ഒരു എംപ്ലോയിനെ എപ്പോഴൊക്കെയാണ് മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി താഴെ ഓരോന്ന് പഠിക്കാൻ പോകുന്നത്. എപ്പോഴൊക്കെയാണ് ഈ പേരോൾ ഈ ലിസ്റ്റിൽ നിന്ന് എംപ്ലോയീസിനെ മാറ്റപ്പെടുന്നത്, സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നത്? ഫസ്റ്റ് വൺ ഈസ് റെസിഗ്നേഷൻ. എന്താണ് റിസൈൻ ചെയ്യുക എന്ന് കേട്ടുണ്ടല്ലോ അല്ലെ? റെസിഗ്നേഷൻ ആണ്. എന്താണത്? വോളണ്ടറിലി ടെർമിനേറ്റ്. അതായത് ഒരു എംപ്ലോയി സ്വന്തമായിട്ട് സ്വമേധയാ വേണ്ടാന്ന് വെക്കുന്നത് ജോലി, അതിനെയാണ് നമ്മൾ റെസിഗ്നേഷൻ എന്ന് പറയുക. റിസൈൻ ചെയ്യുക എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ വെർബ് ഫോം ആണ് റിസൈൻ എന്ന് പറയുന്നത്. അപ്പോ എന്തെങ്കിലും കാരണങ്ങളാണ്, ചിലപ്പോൾ ഡ്യൂ ടു ഈ ഹെൽത്ത്, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻസ് എന്താ പറയാ ഓക്കെ അല്ലാത്തത് കൊണ്ടായിരിക്കാം, നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ഡിസബിലിറ്റി അല്ലെ, എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകള് പോകെ കുറെ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വയ്യായ്മകൾ വരും. ചിലപ്പോൾ നമുക്ക് ശരീരം കൊണ്ട് നമുക്ക് ജോലിക്ക് പോയി അല്ലെങ്കിൽ ഇപ്പൊ കണ്ണിന്റെ എന്തെങ്കിലും പ്രശ്നം, ചെവിക്ക് കുഴപ്പം, അല്ലെങ്കിൽ കൈക്കോ കാലോ എന്തെങ്കിലും ഡിസബിലിറ്റീസ് ഒക്കെ വരുമ്പോ അങ്ങനെയായിരിക്കാം. ഇത് മാത്രമാണോ? അല്ല. അല്ലാതെ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സ്വന്തം വേറെ എവിടെയെങ്കിലും കിട്ടിയില്ലായിരിക്കാം. നമുക്ക് ഇതിനേക്കാൾ കുറച്ചുകൂടി സാലറിയും ഉണ്ട്, കുറച്ചുകൂടി പ്രിഫർ ചെയ്യുന്ന സ്റ്റാറ്റസിലുള്ള ജോലിയൊക്കെ നമ്മൾ കിട്ടുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ റിസൈൻ ചെയ്തിട്ടാണ് പകുതി പോകാൻ അല്ലെ. അപ്പൊ അങ്ങനെയാകാം. അല്ലെങ്കിൽ ചിലപ്പോ കല്യാണമൊക്കെ ആയിപ്പോ ഇപ്പൊ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ കല്യാണമൊക്കെ ആയിപ്പോ ഇതുകൊണ്ട് അത് പണ്ടാട്ടോ, ഇപ്പൊ ഒന്നും അങ്ങനെയൊന്നുമില്ല. കല്യാണത്തിന് ശേഷവും പെൺകുട്ടികള് ജോലിക്ക് പോകണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ആഗ്രഹം. അപ്പൊ അങ്ങനെ കല്യാണമൊക്കെ ആയതുകൊണ്ട് ജോലി വേണ്ടാന്ന് വെച്ചു അങ്ങനെയാകാം. അപ്പൊ there are many reasons behind it. അതിന്റെ പിന്നിൽ കുറെ കാരണങ്ങൾ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എംപ്ലോയി വോളണ്ടറിലി ടെർമിനേറ്റ്, വേണ്ട എന്ന് വെക്കുന്നു, സ്വമേധയാ വേണ്ടാന്ന് വെക്കുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? റെസിഗ്നേഷൻ എന്ന് വിളിക്കുക. റെസിഗ്നേഷൻ may be put in voluntarily by the employee on account of health, physical disability, better opportunities elsewhere, reasons of marriage, etc. പല കാരണങ്ങളുണ്ട് കേട്ടോ, അണ്ടർലൈൻ ചെയ്യണേ. അപ്പൊ ഒന്നാമത്തെ സെപ്പറേഷൻ, ഒന്നാമത്തെ വേർപെടുത്തൽ, സേവനത്തിൽ നിന്നുള്ള ഒന്നാമത്തെ വേർപെടുത്തലിന്റെ പേരാണ് റെസിഗ്നേഷൻ. അണ്ടർലൈൻ ചെയ്യാം. സിമ്പിൾ അല്ലേ ഇതൊക്കെ? ആണോ അല്ലേ ഇതൊന്ന് പറഞ്ഞേ? സിമ്പിൾ അല്ലേ? കാര്യം വായിച്ചു നോക്കിയാലും പെട്ടെന്ന് ക്ലിയർ ആവുന്ന സാധനമാണ് ഇതൊക്കെ. യെസ്, ഓക്കെ. ഇനി രണ്ടാമത്തെ എന്താ? ഡിസ്ചാർജ്, ഡിസ്മിസൽ. ഡിസ്ചാർജ് ആണ്, ഡിസ്മിസൽ ആണ്. ഇതെന്താണ്? ഇതും എന്താ പറയാ, ഇത് ഡിസ്മിസ് എന്ന് വാക്കിന്റെ വാക്ക് കേട്ടിട്ടുണ്ടല്ലോ. ഡിസ്മിസ് ചെയ്യാന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടല്ലോ. പെർമനന്റ് ടെർമിനേഷൻ ഓഫ് എംപ്ലോയി ആണ് ഫ്രം ദ പേറോൾ. പേറോളിൽ നിന്ന് പെർമനന്റ് ആയിട്ട് എന്നേക്കും എന്ത് ചെയ്യാം? ടെർമിനേറ്റ് ചെയ്യാണ്, പുറത്തേക്ക് വിടുകയാണ്. ഇത് ബിക്കോസ് ഓഫ് എനി അതന്നെ വയലേഷൻ ഓഫ് എനി റൂൾസ്. ചിലപ്പോ അവിടുത്തെ ബിസിനസിന്റെ, അവിടുത്തെ ആ ബിസിനസ് സ്ഥാപനത്തിന്റെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ മറ്റേതെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളായിക്കോട്ടെ, അവിടെ ചില നിയമങ്ങളും രീതികളൊക്കെ ഇതായിരിക്കും. അത് ശരിയായ രീതിയിൽ പാലിക്കാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഹോസ്പിറ്റൽസ് അവരുടെ മാനേജ്മെന്റ് ഉദ്ദേശിച്ച രീതിയിലുള്ള പെർഫോമൻസ് ആളിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടാകാം. ഇത് നമ്മളുടെ സ്റ്റാൻഡേർഡിലേക്ക് ആൾ വരുന്നില്ല, വളരുന്നില്ല. എത്രയൊക്കെ നമ്മള് ട്രെയിനിങ് കൊടുത്തു, എഡ്യൂക്കേഷൻ കൊടുത്തു, പക്ഷെ നോ യൂസ്, ഒരു രീതിയിലും ഉപകാരപ്രദമാകുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇതൊന്നും ഇല്ലായെങ്കിലും വെറുതെ എന്തിന് ശമ്പളം കൊടുത്ത ആൾക്ക് അവിടെ നിർത്തണം അല്ലെ? മാനേജ്മെന്റിന് നഷ്ടമല്ലേ അല്ലെ? അല്ലെങ്കിൽ ഓർഗനൈസേഷനും നഷ്ടമാണ്. അപ്പൊ അത്തരം നഷ്ടം വഹിക്കാനായിട്ട് എന്തൊരു ഓർഗനൈസേഷനും തയ്യാറാകുന്നില്ല. സോ ദാറ്റ് അത്തരം കേസസിൽ അത്തരം എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു? പെർമനന്റ് ആയിട്ട് അവര് ഡിസ്ചാർജ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുന്നു, അവരുടെ സേവനം ടെർമിനേറ്റ് ചെയ്യുന്നു. അതിനെയാണ് അപ്പൊ എന്നേക്കും അവരുടെ പേരോളിന്ന് ആളുടെ പേരങ്ങളെടുത്ത് കടന്നു. അതിനെയാണ് നമ്മള് എന്ത് വിളിക്കുക? ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ എന്ന് വിളിക്കാം. A discharge involves permanent termination of an employee from a payroll because of violation of rules or for insufficient performance. ആവശ്യത്തിനുള്ള പെർഫോമൻസ് കിട്ടാതെ വരികയോ ഏതെങ്കിലും റൂൾസ് വയലേറ്റ് ചെയ്യുന്നതിന്റെയോ കാരണങ്ങൾ കൊണ്ട് ഒരാളെ എന്നേക്കുമായി പേറോളിൽ നിന്ന് റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്മിസൽ എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? അപ്പൊ അതിന്റെ റെസിഗ്നേഷൻ, രണ്ട് ഡിസ്മിസൽ. രണ്ടാണ്. മറ്റേത് വോളണ്ടറിലി ഞാൻ വേണ്ടാന്ന് വെച്ചത് എന്റെ തന്നെ സ്വന്തം കണ്ടുകൊണ്ട് ഉത്തരവാദികൾ ആരുമില്ല വേറെ. എനിക്ക് പറ്റുന്നില്ല, എനിക്ക് മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്ത് ഓക്കെ ആക്കി എന്റെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അവിടെ കൊടുക്കാനൊക്കെ ഏൽപ്പിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തേച്ച് ഒരു നോ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് നമുക്ക് പോരാം.
ഇതെന്ന് പറയുന്നത് മാനേജ്മെന്റ് എടുക്കുന്ന തീരുമാനമാണ് ആളെ പിരിച്ചുവിടുന്നത്. കാരണം നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട്, പെർഫോമൻസ് റിസൾട്ട് ആളിൽ നിന്ന് കിട്ടുന്നില്ല. നമ്മളിവിടെ കുറെ നിയമങ്ങളുണ്ട്, ഇതൊന്നും പാലിക്കാണ്ട് തോന്നിയ പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ശരിയാവും അല്ലെ? ഓർഗനൈസേഷന് അതിൻ്റെതായ തലവേദന വരും. അതുകൊണ്ട് അവരെ നിർബന്ധമായിട്ട് പേറോളിൽ നിന്ന് ആളെ ക്യാൻസൽ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ സസ്പെൻഷൻ ആണ്. സസ്പെൻഷൻ ഉണ്ടല്ലോ, സ്കൂളുകളിലൊക്കെ കുട്ടികളെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഒരാഴ്ചത്തേക്ക് 2 മാസത്തേക്ക്. അപ്പൊ അത് പെർമനന്റ് അല്ലാതെ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കാം. സസ്പെൻഷൻ ഈസ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം അല്ലെ? ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്തേക്ക് വേണ്ടി മാത്രം, ഇത്ര നാളത്തേക്ക്, 1 മാസം, ഒരാഴ്ച, 2 ആഴ്ച, അങ്ങനെയൊക്കെ. അതും ഇറ്റ്സ് ഓൾസോ ടേക്കൺ ഇൻ ദ ഫോം ഓഫ് ഡിസിപ്ലിനറി ആക്ഷൻ. ഇതുപോലെ ഡിസിപ്ലിനറി ആക്ഷന്റെ പേരിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ് സസ്പെൻഷൻ. ചില കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ ശ്രദ്ധക്കുറവ് കൊണ്ടോ മറ്റു കാര്യങ്ങൾ കൊണ്ടോ ആള് എന്തെങ്കിലും തരത്തിൽ ഉഴപ്പ് കാണിക്കുക. കുറച്ചുകൂടി എന്താ പറയാ അത്രയും സീരിയസ് ആയിട്ടുള്ളതല്ല, ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ചില അപാകതകളൊക്കെ ആളിൽ നിന്ന് വരുമ്പോ എന്ത് ചെയ്യും? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാരൊക്കെ ബന്ധപ്പെട്ട് ആളെ തന്നെ അച്ചടക്ക നടപടികളാണല്ലേ, ഡിസിപ്ലിനറി ആക്ഷന്റെ മലയാളം വേണ്ടതാണ് അച്ചടക്ക നടപടികളുടെ ഫലമായിട്ട് എടുക്കുന്ന ചില തീരുമാനങ്ങളാണ്. അത് പക്ഷെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലേക്കേ ഉള്ളൂ. ചില ഏകദേശം 1 വർഷമൊക്കെ വരെ വരുന്നുണ്ട് കേട്ടോ സസ്പെൻഡ് ചെയ്യലൊക്കെ, 1 മാസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ അങ്ങനെയൊക്കെ. സ്കൂളുകളിൽ നമ്മൾ അങ്ങനെ ഇപ്പൊ കുറച്ച് കൂടുതൽ കേൾക്കാം സ്കൂളുകളിൽ കുട്ടികളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അല്ലെ? ചെറിയ ചില കുറ്റങ്ങൾ ഇതൊക്കെ കാണിക്കുന്നതുകൊണ്ട് കുറിപ്പ് കാണിച്ചു, അവർക്ക് അടിപിടി കൂടി. അപ്പൊ ചിലപ്പോൾ ചിലതുകളൊക്കെ ഇച്ചിരി ഇപ്പൊ അടിപിടി എന്ന് പറഞ്ഞാൽ പോരാ, പണ്ടത്തെ അടിപിടി ഒന്നുമില്ല, ഇപ്പൊ അടിപിടി അല്ലെ? കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള രീതിയിലുള്ള അടിപിടികളാണ്. അപ്പൊ അങ്ങനെയൊക്കെ ചില കുട്ടികളെ നേരത്തെ തന്നെ അവിടെ നിന്ന് തന്നെ പിരിച്ചെങ്കിലും ഡിസ്മിസിൽ. ഇപ്പൊ കുറച്ച് സ്കൂളുകാർക്ക് ഈ കുട്ടികളുടെ സ്ട്രെങ്ത് എന്റെ ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് പിരിച്ചുവിടൽ അധികം നടത്തുന്നില്ല. പിരിച്ചുവിട്ടി അവരുടെ സ്കൂളിലെ ക്ലാസിന്റെ സ്ട്രെങ്ത് കുറയും. സ്ട്രെങ്ത് കുറയുമ്പോൾ അവിടെ ടീച്ചേഴ്സിന്റെ എന്താ പറയാ ചാൻസസ് കുറയും. ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല, പകരം സസ്പെൻഷൻ ആണ് ഇത്ര ആഴ്ചത്തേക്കൊക്കെ. അതിനെയാണ് നമ്മള് സസ്പെൻഷൻ വിളിക്കുക. അണ്ടർലൈൻ ചെയ്യാത്ത സെന്റൻസ് terminated from for a specific period of time. അതാണ് അതിന്റെ അടിവരയിട്ട് നമ്മൾ സൂചിപ്പിക്കേണ്ട കാര്യം കേട്ടോ, സസ്പെൻഷൻ. അടുത്തത് ആൻഡ് ദ ലാസ്റ്റ് വൺ, 4ാമത്തെ സെപ്പറേഷൻ. അപ്പൊ സെപ്പറേഷൻ ഏതൊക്കെ രീതിയിലാണ്? ഒന്നാമത്തെ റെസിഗ്നേഷൻ, രണ്ടാമത്തേത് ഡിസ്മിസൽ ഓർ ഡിസ്ചാർജ്, പിന്നെ സസ്പെൻഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ലേ ഓഫ് ആണ്. ലേ ഓഫ് എന്ന് പറയുന്നത് ഇതും ഒരു ടെർമിനേഷൻ ഓഫ് എംപ്ലോയി ആണ് ഫ്രം ദ പേറോൾ. അത് ഇങ്ങനെ ആളെ മാറ്റി നിർത്തുന്നതാണ്, എംപ്ലോയിനെ മാറ്റി നിർത്തുന്നതാണ്. ഇതെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ, എംപ്ലോയിയുടെ ഭാഗത്തുള്ള തെറ്റുകൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റുകൊണ്ടല്ല, ശരിക്കും എംപ്ലോയിയുടെ കുറ്റം കൊണ്ടല്ല. എന്ന് വെച്ചാൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്കാരുടെ യാതൊരു തരത്തിലുള്ള കുറ്റമില്ല. അവര് നിയമം ലംഘിക്കുകയോ അല്ലെങ്കിൽ അവിടെയുള്ള ജോലികൾ മര്യാദയ്ക്ക് ചെയ്യാതിരിക്കുകയോ ഒരു കാരണവുമില്ല. ഈ ഒരു കാരണം ഇല്ലാതിരിക്കുകയും ചിലപ്പോൾ എംപ്ലോയർ ഈസ് ഫോഴ്സ്ഡ് to make them terminated from the payroll. പേറോളിൽ നിന്ന് കുറച്ച് കാലത്തേക്കോ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല, അതിന് സ്പെസിഫിക് ടൈം പീരീഡൊന്നുമില്ല മാറ്റുന്നത്. അതായത് ചിലപ്പോ അവര് എന്താ പറയാ അവരെ വെച്ചിട്ട് ചിലപ്പോ അവർക്ക് ആ ഒരു ജോലി അങ്ങോട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ they consider them as a burden to the organization. ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? കുറച്ച് ബർഡൻ ആണ്. എന്ന് വെച്ചാൽ ഇവര് നമ്മളിവിടെ വെച്ച് ജോലി കൊടുത്താലും പക്ഷെ അവരിൽ നിന്ന് യാതൊരു രീതിയിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവര് അറിഞ്ഞുകൊണ്ട് ബെനിഫിറ്റ് കൊടുക്കാത്തതല്ല, അവർ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ഒരു ജോലി ആൾക്കാരെ എത്ര പേരെ മാറ്റി നിർത്തിയാലും ഇവിടെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ബാക്കിയുള്ളവരെ വെച്ച് നമുക്ക് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കാം. മനസ്സിലായി? ഇപ്പൊ ഒരു 10 പേരുടെ ജോലിക്ക് ഒരു ഹോസ്പിറ്റലിൽ നഴ്സസ് ആയിട്ട് ചെയ്യിക്കാം നമ്മൾ വിചാരിക്കും, എനിക്ക് സപ്പോസ് ചെയ്യാം. പക്ഷെ ഇവിടെ ഈ 10 പേരില്ല, വേണ്ട, ഒരു 7 പേരാണെങ്കിലും സെയിം ജോലി തന്നെ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കാം. കാരണം അതിനുള്ള ഒരു കാര്യങ്ങൾ ഈ ഒരു ഹോസ്പിറ്റലിലുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? തൽക്കാലം ഈ 3 പേരെ അതിൽ നിന്ന് കുറച്ച് ചിലപ്പോൾ പെർഫോമൻസ് ലെവലിലോ മറ്റു രീതിയിലൊക്കെ കുറച്ച് താഴെ എടുക്കുന്ന ഒരു 3 പേരെ നമ്മൾ അതിൽ നിന്ന് മാറ്റുന്നു. എന്നിട്ട് ഇവരിവിടെ വെറുതെ ചെയ്യുമ്പോഴും വർക്ക് ചെയ്തില്ലെങ്കിലും അവിടെ ഒരു ഔട്ട്പുട്ട്, ഒരു എന്താ പറയാ പ്രത്യേക ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഓർഗനൈസേഷൻ അതൊരു ബർഡൻ ആണ്. കാരണം ഇവർക്ക് 3 പേർക്കും വീണ്ടും ശമ്പളം കൊടുത്തോണ്ടിരിക്കുക, അതൊരു ബർഡൻ അല്ലേ? പക്ഷെ ഇവരെ മാറ്റി നിർത്തിയാലും ഇതേ ശമ്പളം ബാക്കിയുള്ളവർക്ക് ശമ്പളം കൊടുത്തിട്ട് ഇതേ റിസൾട്ട് തന്നെ ഉണ്ടാക്കാം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് അങ്ങനെ ആ ഒരു ബർഡൻ ഒഴിവാക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ ചില ഓർഗനൈസേഷൻസ് ഇങ്ങനെ കുറച്ച് എംപ്ലോയീസിനെ മാറ്റി നിർത്താറുണ്ട്. അതിനെയാണ് നമ്മൾ ലേ ഓഫ് എന്ന് വിളിക്കുക. കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? ഉദാഹരണം പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാ. ക്ലിയർ ആയോ എന്ന് പറ. എന്തോരം പറയണം? ഓക്കെ, പറയാം. അതായത്
ഞാൻ അതിന്റെ എക്സാമ്പിൾ എന്നൊന്നുകൂടി പറയാം. ഇപ്പൊ ഒരു ഓർഗനൈസേഷൻ, എന്തെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം, അവിടെ 10 എംപ്ലോയീസ് ഉണ്ട്, 10-15 എംപ്ലോയീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അവരുടെ പേരോളില് 15 എംപ്ലോയീസിന്റെ പേര് അവരുടെ പേരിന്റെ ലിസ്റ്റുമാണ് കൊടുത്തേക്കുന്നത്. പേരോൾ എന്ന് പറഞ്ഞാൽ ഈ പേരോൾ ഇന്ന് മാറ്റാന്ന് പറഞ്ഞാൽ ആ ആളുടെ പേര് എന്നേക്കുമായിട്ട് അതിന് മാറ്റാന്ന് തന്നെയാണ് അർത്ഥം. അതാണ് പേരോൾ അവർ എടുത്ത് പറയുന്നത്. അപ്പൊ പേരോളിൽ നിന്ന്, അതായത് ആ കൊടുക്കുന്ന എംപ്ലോയീസിന്റെ ലിസ്റ്റിൽ നിന്ന് ഇപ്പോ 15 പേര് ജോലിക്കുണ്ടായിരുന്നു. ഇവിടെ 12 പേര് ജോലിക്ക് നിന്നാലും 15 പേര് ജോലിക്ക് നിന്നാലും സെയിം ഔട്ട്പുട്ടാണ്. എന്ന് വെച്ചാൽ അവരിൽ നിന്ന് കിട്ടുന്ന, ഈ ഓർഗനൈസേഷൻ കിട്ടുന്ന ഔട്ട്പുട്ട് വ്യത്യാസമില്ല. 15 പേരെ ജോലി ചെയ്യിപ്പിച്ചാലും 10 പേരെ ജോലി ചെയ്യിപ്പിച്ചാലും 12 പേരെ ജോലി ചെയ്യിപ്പിച്ചാലും സെയിം റിസൾട്ട് ആണ് ഇവിടെ കിട്ടുന്നുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് 12 പേരെ ജോലി ചെയ്യിപ്പിച്ചിട്ട് 3 പേരെ നമ്മൾ യൂസ് ചെയ്ത് മാറ്റുകയാണ്. തൽക്കാലത്തേക്ക് നിങ്ങൾ മാറും, ഞാൻ പറയാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത പ്രാവശ്യം എപ്പോഴെങ്കിലും വിളിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ പേരോളിൽ നിന്ന് മാറ്റുകയാണ്. ഇവർ 15 പേര് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ജോലിയുടെ റിസൾട്ടും 12 പേരായി മാറ്റിയപ്പോഴും ജോലിയുടെ റിസൾട്ടും സെയിം ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ 3 പേർക്ക് കൊടുക്കുന്ന ശമ്പളം അധികമായിരുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങള്, ആണോ? 3 പേർക്ക് കൊടുക്കുന്ന ശമ്പളം അധികമല്ലേ? അത് തന്നെ. അപ്പൊ ഇത് ബിക്കംസ് എ ഫിനാൻഷ്യൽ ബർഡൻ ടു ദ ഓർഗനൈസേഷൻ. അങ്ങനെ വരുമ്പോ എന്താണ്? ഒരു സാമ്പത്തിക ബാധ്യത തന്നെയാണ് ഓർഗനൈസേഷന്. സാമ്പത്തിക ബുദ്ധിമുട്ട്, വലിയ കാശാണ് കൊടുക്കുന്നത്. കാരണം 3 പേർക്ക് എക്സ്ട്രാ നമ്മൾ വെറുതെ ശമ്പളം കൊടുത്തോണ്ടിരിക്കുക. കാരണം ആ 3 പേരെ മാറ്റിയിട്ടും ഈ 12 പേര് വെച്ച് ചെയ്തപ്പോഴും ഇതേ കാര്യം തന്നെ, ഇത്രയും ജോലി തന്നെ ഇവിടെ നടക്കുന്നുള്ളൂ. പിന്നെ എന്തിന്? അപ്പൊ അതുകൊണ്ട് ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മുടെ ജോലിയൊക്കെ അവർ മോണിറ്റർ ചെയ്യും. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാര് എന്ത് ചെയ്യുന്നു? ആളുകളുടെ ജോലി മറ്റു കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുമ്പോ ഇവരിവിടെ അധികമാണല്ലോ, ഇവരില്ലെങ്കിലും ബാക്കി ഇത്രയും പേരെ വെച്ച് നമുക്ക് ഈ ജോലി ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇവർക്ക് ഇത്രയും പേർക്ക് കൊടുക്കുന്ന ശമ്പളം കൂടുതലല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒഴിവാക്കലിനെയാണ് ലേ ഓഫ് എന്ന് പറയാം. അത് എത്ര നാളത്തേക്ക് നമുക്കൊന്നും നേരത്തെ കുട്ടി പറയാൻ പറ്റില്ല. അതേസമയം നമ്മൾ നേരത്തെ സസ്പെൻഷനിൽ പറഞ്ഞില്ലേ, കുറച്ച് മാസത്തേക്ക്, ഒരു സ്പെസിഫിക് പീരീഡിലേക്ക്, ഒരു പ്രത്യേക കാലാവധി പറയും. ഒരാഴ്ചയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, 1 മാസത്തേക്കാണെങ്കിൽ 1 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. അത് ക്ലിയർ ആയിട്ട് അവിടെ പറയും. അതേസമയം ലേ ഓഫിന് അങ്ങനെ പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ അത് തിരിച്ചെടുത്തില്ല എന്ന് വരും. അതേസമയം ചിലപ്പോൾ വേണമെങ്കിൽ തിരിച്ചെടുക്കാനും സാധ്യതയുണ്ട്. ഇവിടെ ചിലപ്പോൾ കൂടുതൽ ജോലികൾ വരുമ്പോൾ ആ വിട്ടവരെ കുറച്ചുപേരെ എടുക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അതെയാണ് നമ്മൾ ലേ ഓഫ് എന്ന് വിളിക്കുക. ഇതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്, ലേ ഓഫ് എന്നതിന്റെ ഏറ്റവും മെയിൻ പർപ്പസ് ടു ലെസൺ, ടു റെഡ്യൂസ് ദ ഫിനാൻഷ്യൽ ബർഡൻ ഓഫ് ദ മാനേജ്മെന്റ്. ഓർഗനൈസേഷന്റെ എന്താണ് ഒരു സാമ്പത്തിക ബർഡൻ കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യമാണ്. മനസ്സിലായോ? കാരണം അത് ശരിയായ രീതിയിൽ പ്രയോഗിക്കണം. 12 പേര് എംപ്ലോയീസ് ഉണ്ടായിരുന്നപ്പോഴും 15 പേരുണ്ടായിരുന്നപ്പോഴും ഒരേപോലെ ജോലി ചെയ്തിരുന്നു. ഒരേ ഔട്ട്പുട്ടാണ്, ഒരു മാറ്റമില്ല. ഇത് 3 പേരെ മാറ്റിയിട്ടും. അപ്പൊ പിന്നെ 12 പേര് ജോലി കൊടുത്ത് അവർക്ക് ശമ്പളം കൊടുക്കുന്നതല്ലേ നല്ലത്? 15 പേർക്ക് ജോലി കൊടുക്കും, 3 പേരുടെ ശമ്പളം നമ്മൾ കൊടുക്കുന്ന അധികം പറ്റല്ലേ? അത് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 4 രീതിയിലുള്ള സെപ്പറേഷൻസ് ആണ് നമുക്കിവിടെ കണ്ടത്. റെസിഗ്നേഷൻ, ഡിസ്ചാർജ് ആൻഡ് ഡിസ്മിസൽ, സസ്പെൻഷൻ ആൻഡ് ലേ ഓഫ്. 4 രീതിയാണ്. ഒന്നാമത്തേത് റെസിഗ്നേഷൻ, വോളണ്ടറി മെയ്ഡ് ബൈ ദ എംപ്ലോയി. എംപ്ലോയി സ്വന്തമായിട്ട് എടുത്ത തീരുമാനം. അവരുടെ ആരോഗ്യ പ്രശ്നമാകാം, ഫിസിക്കൽ ഡിസബിലിറ്റി, ജോലി ചെയ്യാൻ പറ്റില്ല, ഇത്രയൊക്കെ ആയില്ലേ മതിയായി, ഓക്കെ, അങ്ങനെ ആകാം. അതുപോലെ മാരേജോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓപ്പർച്യൂണിറ്റി വേറെങ്കിലും സ്ഥലത്ത് ജോലി കിട്ടി, അത്തരം കാരണങ്ങൾ കൊണ്ട്. ഡിസ്മിസൽ, ഇറ്റ് ഈസ് ഫ്രം ദ പാർട്ട് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ എടുക്കുന്ന തീരുമാനമാണ്. അതായത് പെർമനന്റ് ആയിട്ട് ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക, ഫോർ വയലേറ്റിംഗ് എനി റൂൾസ് വയ്ക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടാത്തത് കൊണ്ടോ. അടുത്ത സസ്പെൻഷൻ, ഫോർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ദ വർക്ക് വിൽ ബി ടെർമിനേറ്റഡ് ഫ്രം ആൻ എംപ്ലോയി. എംപ്ലോയിയുടെ ജോലി കുറച്ച് നാളത്തേക്ക് ഒരു സ്പെസിഫിക് ടൈം പീരീഡിലേക്ക് മാറ്റുന്നു. Human resource കാര്യം. Okay, at the lay off എന്ന് പറയുന്നത് termination of an employee from the payroll owing to some factors which cannot be controlled by the employer. എംപ്ലോയർക്ക് കൺട്രോൾ നിയന്ത്രിക്കാൻ പറ്റാത്ത ചില ഘടകങ്ങൾ കൊണ്ട് ചില എംപ്ലോയീസിനെ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു എന്നുള്ളതാണ്. അത് തിരിച്ചെടുക്കാം, എടുക്കാതിരിക്കാം, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. ക്ലിയർ ആയോ? 4 അണ്ടർലൈൻ ചെയ്യാട്ട്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എംപ്ലോയി ട്രെയിനിങ് ആണ്. അതുകൂടെ നമ്മൾ പറഞ്ഞേക്കാം. 7 മിനിറ്റ് ഉണ്ട്, സമയം വെറുതെ കളയണ്ട. ഓക്കെ, അടുത്ത ക്ലാസ്സിലൊക്കെ എനിക്ക് എത്താൻ പറ്റില്ല. ഒരു ചാപ്റ്റർ കൂടി നമുക്കുണ്ട്. ലെങ്തി ചാപ്റ്റേഴ്സ് ആണ് എല്ലാം ഉള്ളത്. അടുത്തൊരു ക്ലാസ് കൊണ്ട് തീർക്കണം എന്നാണ് അതിന്റെ ഒരു ആഗ്രഹം. ഇല്ല,
ഓക്കെ, എന്താണ് ട്രെയിനിങ്? ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം അല്ലെ, ഇതൊരു പ്രോഗ്രാംഡ് ബിഹേവിയർ ആണ്. ആളുകൾക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ, നമ്മുടെ നോളജ് ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു കാര്യം, ആ ഒരു പ്രൊസീജിയർ, അതിനെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. ഇപ്പൊ ഒരു ടീച്ചറായിട്ട് പഠിച്ചിറങ്ങി അത് ക്ലാസ്സിലൊക്കെ കയറി കുട്ടികളുമായിട്ടൊക്കെ ഇന്റർഫിയർ ചെയ്ത് അവിടെ ക്ലാസ്സുകൾ എടുത്ത് പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യുമ്പോൾ അല്ലെ, പ്രാക്ടിക്കലായിട്ടൊക്കെ ചെയ്യിപ്പിച്ച് കാണിച്ച് അല്ലെങ്കിൽ ചെറിയൊരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ക്ലാസ് എടുത്ത് അങ്ങനെയൊക്കെ ആ ട്രെയിനിങ് അത് നമ്മളുടെ പലതരത്തിലുള്ള കഴിവുകൾ, സ്കില്ലും നോളജും ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൽ പ്രത്യേക രീതിയിൽ ഒരു സീരീസ് ആയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമൊക്കെ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അത് തന്നെ നമ്മുടെ നോളജ് ഉപയോഗിച്ച് അവിടുത്തെ പല കാര്യങ്ങളും, അത് ഓൾസോ ഇറ്റ് മേക്സ് ദ പീപ്പിൾ അവെയർ ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അവിടെ ആ ഒരു ഓർഗനൈസേഷന്റെ റൂൾസ്, അവരുടെ പ്രൊസീജിയേഴ്സ് എന്താണ്, അതനുസരിച്ച് പെരുമാറാൻ അതൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ സ്വന്തം എഡ്യൂക്കേറ്റഡ് ആകുന്നു, സ്വന്തം നമ്മുടെ അറിവ് അതനുസരിച്ച് വർദ്ധിപ്പിക്കുന്നു. ഏതിലൂടെ? ട്രെയിനിങ്ങിലൂടെ. ട്രെയിനിങ് ആണ് നമ്മളുടെ ഒരു കറന്റ് ജോബ്. നമ്മളിപ്പോ എങ്ങനെയാണ് നമ്മളുടെ പെർഫോമൻസ് എന്നുള്ളതിൽ നിന്ന് ആ ഒരു ആള് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് മാനേജ്മെന്റ് നമ്മളിൽ നിന്ന് ഞാൻ എത്രയാണ്, ഇതൊക്കെയാണ് എന്റെ പെർഫോമൻസ്, പക്ഷെ മാനേജ്മെന്റ് ഇതല്ല ഉദ്ദേശിക്കുന്നത്, ഇതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി കൊടുക്കുന്ന ചില എന്താ പറയാ എഡ്യൂക്കേഷൻസ് ആണ്, അതിനെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ ടീച്ചർ എന്താ ഇങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ഒരു റിസൾട്ട് നമുക്ക് കിട്ടണം, അത് അങ്ങനെ നമ്മൾ ആവണം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ട്രെയിനിങ് തരുന്നു. മനസ്സിലായോ? അപ്പൊ ആ ട്രെയിനിങ്ങിലൂടെ നമ്മൾ അത് മനസ്സിലാക്കി നമ്മൾ പെർഫെക്റ്റ് ആകാനോ അത് നമ്മൾ തന്നെ സ്വന്തമായിട്ട് വികസിപ്പിച്ച് എന്താ പറയാ മനസ്സിലാക്കി ബുദ്ധിപൂർവ്വമൊക്കെ അറിവോടുകൂടിയൊക്കെ പല കാര്യങ്ങളും മനസ്സിലാക്കി എടുത്തതിന് ശേഷം എന്ത് ചെയ്തു അത് നമ്മൾ പ്രാക്ടിക്കൽ ആക്കാൻ നോക്കും. അപ്പൊ കറന്റ് നമ്മുടെ ജോബിൽ നിന്ന് ഒരു ഡിസൈർഡ് റിസൾട്ടിലേക്ക് എത്തിക്കാൻ കൊണ്ടുവരുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ശുദ്ധീകരണം റിഫൈനിങ് ആണ്. കറന്റ് പെർഫോമൻസിൽ നിന്ന് ഡിസൈർഡ് പെർഫോമൻസിലേക്ക് എത്താനുള്ള ഒരു റിഫൈനിങ് പ്രോസസ്സാണ് എന്തെന്ന് വിളിക്കാം, നമുക്ക് ട്രെയിനിങ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ ഇറ്റ് ഇൻക്രീസസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എംപ്ലോയീസിന്റെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു, ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നു, ഓർഗനൈസേഷന് അതിന്റെ ഫ്യൂച്ചർ ഗോൾസ്, ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ്, നമുക്ക് തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങളെ എന്താ പറയാ ആവശ്യങ്ങൾ നിറവേറ്റാനും, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ സിറ്റുവേഷൻസ്, ക്ലൈമറ്റ് ഇംപ്രൂവ് ചെയ്യാൻ, ഓർഗനൈസേഷന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ, അതുപോലെ തന്നെ എംപ്ലോയീസിന്റെ സേഫ്റ്റി, അതുപോലെ അവരുടെ പേഴ്സണൽ ഗ്രോത്ത്, ഇങ്ങനെ പല കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാനും ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ട്രെയിനിങ്ങിലൂടെ ഒരുപാട് സഹായങ്ങൾ നമുക്കുണ്ട്. എന്തൊക്കെയാണ്? ഫ്യൂച്ചർ പേഴ്സണൽ നീഡ്സ് ഇംപ്രൂവ് ചെയ്യാം, ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് ഇംപ്രൂവ് ചെയ്യാം, നമ്മുടെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താം. പിന്നെ നമ്മുടെ പ്രിവെൻഷൻ ഓഫ് ഒബ്സോൾസൻസ് ആണ്. ഒബ്സോൾസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ പറയാ തേയ്മാനം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? അതന്നെ, കാലഹരണപ്പെടൽ, മലയാളം അതാണ് തേയ്മാനം എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിങ്ങനെ ജോലി ചെയ്ത് പോകും അടുത്ത്, അപ്പൊ കുറച്ച് ട്രെയിനിങ് കൊടുക്കുന്നു, ഒരു ഉന്തല് അല്ലെ, എങ്ങനെ എന്താ പറയാ മടുപ്പൊക്കെ തോന്നുക. ഈ മെഷീനറീസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പല മെഷീൻസ് ഉണ്ട്, കാലം ഇങ്ങനെ ഓരോ വർഷം കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പല പാർട്സുകളൊക്കെ എന്താ പറയാ ഈ ഡിപ്രീസിയേഷൻ സംഭവിക്കും, തേയ്മാനമൊക്കെ സംഭവിക്കും അല്ലെ. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മെഷീനറിയാണ്. ഇതിങ്ങനെ പോയി മനുഷ്യന്റെ കുറച്ച് വലുതായി നമ്മളിങ്ങനെ ഓരോ ഇയർ കഴിയുമ്പോൾ പ്രായം കൂടിക്കൊണ്ട് വരല്ലേ. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് നമ്മളും എന്ത് ചെയ്യും, കുറച്ച് ആരോഗ്യം കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്യുന്ന ജോലികൾ ഇച്ചിരി തൃപ്തിക്കുറവൊക്കെ വരും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കുറച്ചും കൂടി ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രൊസീജിയർ കൂടിയാണ് ട്രെയിനിങ്. അപ്പൊ കുറച്ചുകൂടി ട്രെയിനിങ് കൊടുത്തത് എങ്ങനെയാണ്, അപ്പൊ ആ ഒരു പേഴ്സണൽ ഗ്രോത്ത്, അവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക, അതും ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. Training is a process of learning of series of programmed behavior. അണ്ടർലൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ട്രെയിനിങ് മേക്സ് പീപ്പിൾ, അവിടെ ട്രെയിനിങ് എന്ന് വാക്ക് വേണം കേട്ടോ, ഇറ്റുന്നാണ് കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ തന്നെ വേണം. എംപ്ലോയി ട്രെയിനിങ് മേക്സ് പീപ്പിൾ അവെയർ ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു മാനേജ് ദെയർ ബിഹേവിയർ. അവിടുത്തെ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്ത് നമ്മളുടെ പെരുമാറ്റങ്ങളെ മാനേജ് ചെയ്യാനായിട്ട് എംപ്ലോയി ട്രെയിനിങ് സഹായിക്കുന്നു. ഇനി അതും കൂടാതെ വീണ്ടും അടുത്ത സെന്റൻസ്, എംപ്ലോയി ട്രെയിനിങ് ട്രൈസ് ടു റിഫൈൻ ദെയർ പെർഫോമൻസ് ഓൺ ദ കറന്റ് ജോബ് ഓർ ടു മേക്ക് ദം റെഡി ഫോർ ദ ഇന്റൻഡഡ് ജോബ്. ഇപ്പോഴുള്ള ജോലിയിൽ നിന്ന് നമ്മുടെ ഇന്റൻഡഡ്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ജോബിനെ വളർത്താൻ, അത് എന്താ പറയാ ശുദ്ധീകരിച്ച് എടുത്ത് മാറ്റി ഇങ്ങനെ നല്ല രീതിയിൽ വളരാൻ ട്രെയിനിങ് സഹായിക്കുന്നു എന്നുള്ളതാണ്
പിന്നെ പ്രൈമറി പർപ്പസ് ഓഫ് ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, അപ്ഗ്രേഡ് ക്വാളിറ്റി, ഹെൽപ്പ് ഓർഗനൈസേഷൻ ഫുൾഫിൽ ഇറ്റ്സ് പേഴ്സണൽ നീഡ്സ്, ടു ഇംപ്രൂവ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്, ടു ഇംപ്രൂവ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, ഒബ്സർവൻസ്, പ്രിവെൻഷൻ ആൻഡ് ഫോർ പേഴ്സണൽ ഗ്രോത്ത്. ഇതൊക്കെ നമ്മളുടെ ട്രെയിനിങ്ങിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് കേട്ടോ. അപ്പൊ എല്ലാ സെന്റൻസും ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അടുത്തത് സ്റ്റെപ്സ് ഇൻക്ലൂഡഡ് ഇൻ ട്രെയിനിങ് ആണ്. അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നുള്ളൂ. സമയം ആയിട്ട് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എംപ്ലോയി ട്രെയിനിങ്ങിന്റെ സെന്റൻസില് സിമ്പിൾ സെന്റൻസുകൾ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഹലോ, കുറച്ചുകൂടി നേരത്തെ ജോയിൻ ചെയ്യാൻ നോക്കാട്ടാ. അങ്ങനെ ജോയിൻ ചെയ്യാണെങ്കിൽ ഞാൻ നിർത്തുന്ന കൃത്യമായിട്ട് തുടങ്ങിക്കോളാം. ഓക്കെ, നമ്മൾ ഇന്ന് തുടങ്ങിയത് ഇന്റർവ്യൂസും തുടങ്ങി. ഞാൻ ഒരു ഇച്ചിരി പറഞ്ഞു തുടങ്ങി. ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയതായിരുന്നു. കുട്ടികൾ കുറച്ച് പേര്, അധികം പേര് ജോയിൻ ചെയ്യാത്തത് കൊണ്ടാണ് പിന്നെ നമ്മള് ഇച്ചിരി ഞാൻ ഒന്നുകൂടി അവിടെ നിന്ന് തുടങ്ങിയത്. അപ്പൊ ഇന്റർവ്യൂ എന്താണ്, ടൈപ്സ് ഓഫ് ഇന്റർവ്യൂ എന്താണ്, പിന്നെ അതിനകത്ത് വരുന്ന നമ്മുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ചില ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ചില കോൺസെപ്റ്റുകളാണ് പറഞ്ഞത്. പ്രൊമോഷൻ, ഡിമോഷൻ, ട്രാൻസ്ഫർ, പിന്നെ സെപ്പറേഷൻസിനകത്ത് 4 രീതിയിലുള്ള സെപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ട്രെയിനിങ് ആണ്, എംപ്ലോയി ട്രെയിനിങ്. ഇതുവരെ അടുത്ത ദിവസം വരുമ്പോൾ നന്നായിട്ട് വായിച്ച് പഠിച്ചിട്ടൊക്കെ വരിക കേട്ടോ. ഓക്കെ, സോ സീ യു. താങ്ക് യു. ബൈ.